ഹലോ ഓൾ, എല്ലാവർക്കും ഐ+ന്റെ ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ 7 മണിക്കായിരുന്നു നമ്മുടെ ലൈവ് സെക്ഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമ്മുടെ സെറ്റ് എക്സാം ഇങ്ങ് എത്തി. ഇപ്പം എല്ലാവരും സിലബസ് ഒക്കെ കവർ ചെയ്ത് നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ചില ആൾക്കാർ ചിലപ്പോൾ സിലബസ് ഒന്നും ഫുള്ളി കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അവർ ചില പോർഷൻസുകൾ മാത്രമായിരിക്കും നോക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ളവരും കുറേ ആൾക്കാരുകൾ കാണും. അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു സെക്ഷന്റെ ആദ്യം തന്നെ നമുക്ക് എന്താണ് കോർ ആയിട്ടുള്ള ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ നമുക്കറിയാം, നിങ്ങൾക്കൊരു 2-3 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോവായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ കുറച്ചും കൂടി ഒരു നെറ്റിന്റെ ഒക്കെ ഒരു ബിഗിനിങ് സ്റ്റെപ്പ് പോലെ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ മാറിയ പാറ്റേൺസും അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ പറയും. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ സിലബസ് ഫുള്ളി കവർ ചെയ്യാൻ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 40 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പൊ പറയുന്ന പോലെ തന്നെ ഇത് ലൈവ് ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ലൈവായിട്ട് ആക്റ്റീവായിട്ട് എനിക്ക് ആൻസർ തന്നുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ സെക്ഷൻ ലൈവായിട്ട് പോവുകയുള്ളൂ. ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു 2 മണിക്കൂർ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് കാണുന്നു, നിങ്ങൾ ആൻസർ ഷെയർ ചെയ്യുന്നു, ശരിയാണോ തെറ്റാണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 2 മണിക്കൂർ ബോർ അടിക്കാതെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? റെഡി ആണോ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു തമ്പ് തന്നേ. ഓക്കെ ഓക്കെ അനുപമ, താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഇപ്പൊ എക്സാം തൊട്ടടുത്ത് എത്തിയിരിക്കുന്ന സമയമായതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് നമുക്ക് ഈ ഒരു ചാൻസിൽ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്ത് നമ്മുടെ അധ്യാപനം എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്പുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ നിങ്ങൾ നിങ്ങളുടെ വലിയ വലിയ നോട്ട്സുകളൊക്കെ പഠിക്കാൻ പോവാതെ ഷോർട്സ് നോട്ട്സ് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ട്സുകൾ കാണും ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ കോർ ടോപ്പിക്സുകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കോഴ്സിലാണെങ്കിൽ ധാരാളം മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുപോലെ ധാരാളം മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസുകൾ ഗൂഗിളിൽ നിന്നോ ഒക്കെ നമുക്ക് കിട്ടും. പല വർഷങ്ങളിലെ 2008 അല്ലെങ്കിൽ അത്രയും വർഷം പഴക്കമുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്കിപ്പോ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു മൊമെന്റിൽ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ആവശ്യമാണ്. സോ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ ടോപ്പിക്കുകൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, എല്ലാവരും സിലബസ് കംപ്ലീറ്റ്ലി കവർ ഒന്നും ചെയ്ത് കാണില്ല. ചിലർ ഇങ്ങനത്തെ കോർ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. സോ മാക്സിമം റിവിഷൻസ് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റെഗുലർ റുട്ടീൻസും കാര്യങ്ങളും ഫോളോ ചെയ്യൂ. എക്സാം ആണെന്ന് പറഞ്ഞ് ഓവർ സ്ട്രെസ് എടുത്ത് എക്സാമിന്റെ അപ്പോഴത്തേക്ക് നമ്മുടെ ഹെൽത്തും പോയി നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക. നമ്മുടെ റെഗുലർ റുട്ടീൻസ് ഒക്കെ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഫോളോ ചെയ്ത് നല്ല കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. അതേപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു ഫസ്റ്റ് ചാൻസിൽ എഴുതുന്നവരുണ്ടായിരിക്കും, സെക്കൻഡ് ചാൻസിൽ എഴുതുന്നവരുണ്ടായിരിക്കും. എന്തായാലും ഈ ചാൻസിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ നോക്കാം. അപ്പൊ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മുടെ സിലബസിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഈ ഒരു 6 യൂണിറ്റുകളിൽ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ഭാഗം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവിടെ എപ്പോഴും DNA റെപ്ലിക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട എൻസൈംസ് കാര്യങ്ങള്, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഓപ്രോൺ കൺസെപ്റ്റ്, അതുപോലെ തന്നെ RNA ഇന്റർഫറൻസ്, ഹിസ്റ്റോൺസ്, ക്രൊമാറ്റിൻ, പിന്നെ സെൽ സൈക്കിൾസിലെ ഓരോ സ്റ്റേജിലും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് തന്നെ പഠിച്ചോളുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു പോകരുത്. ഇപ്പൊ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ എന്നൊക്കെ പറയുന്ന സ്റ്റേജുകളിലെ കാര്യങ്ങളൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. അതൊക്കെ മിക്കവരും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പാനിക്കായിട്ട്
തിരിച്ചെഴുതി വെക്കാറുമുണ്ട്. അപ്പൊ ഈ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലാർ ബയോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ DNA റിപ്പയർ മെക്കാനിസംസ്, ഒരു റിപ്പയർ മെക്കാനിസം എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസീസുകൾ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. റീകോമ്പിനേഷൻ നോക്കുക. പിന്നെ ഹാഡ്ലി വെയിൻബർഗ് ഇക്വിലിബ്രിയം, അതുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ധാരാളം പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു ട്രെൻഡില് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ കഴിഞ്ഞ സെറ്റ് എക്സാം എടുത്ത് നോക്കുകയാണെന്ന് വെച്ചു, ഒരിക്കൽ നടന്ന അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 6 7 പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത്ര കണ്ടിപ്പോ പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഹാർഡ്ലി വെയിൻബർഗ് ഇക്വിലിബ്രിയം ഒക്കെ നോക്കുക. പിന്നെ വരുന്നത് ഫിസിയോളജി, ബയോകെമിസ്ട്രി, അതും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അവിടെ നമ്മുടെ ഫോട്ടോസിന്തസിസ്, C3 C4 സൈക്കിൾസ്, ആ ഓരോ സൈക്കിൾസിലെയും ഇൻഹിബിറ്റേഴ്സും എൻസൈംസുകളും ഒക്കെ നോക്കുക. ഫോട്ടോ റെസ്പിറേഷൻ, പ്ലാന്റ് ഹോർമോൺസുകള്, പിന്നെ എൻസൈം കൈനറ്റിക്സ്, റെസ്പിറേഷൻ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നൈട്രജൻ മെറ്റബോളിസം, വാട്ടർ റിലേഷൻ. ഇനി ഒന്നും പഠിച്ചിട്ടില്ല, ഈ എക്സാം എടുത്ത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നവർ മസ്റ്റ് ആയിട്ട് ഈ ടോപ്പിക്കുകളെങ്കിലും നോക്കിയിട്ട് പോവുക. അപ്പൊ തന്നെ നമുക്ക് ഒരു നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം പഠിക്കണം. ഇത് ജസ്റ്റ് നമ്മളൊരു ഷോർട്ട് കട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുന്ന കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഓക്കെ ആയിട്ട് ഇരിക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ് ഈ പറയുന്നത്. സ്ട്രെസ് ഫിസിയോളജി, അതുപോലെ തന്നെ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സും ഇപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ്, അത് വിട്ടു പോകരുത്. വാട്ടർ റിലേഷൻ, ഇതൊക്കെ നോക്കുക. പിന്നെ മൈക്രോബയോളജി, വൈറോളജി, മൈക്കോളജി, ഈ ഒരു ഏരിയയിൽ നിന്നും, ഈ ഒരു യൂണിറ്റിൽ നിന്നും ഇപ്പൊ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ബാക്ടീരിയൽ സ്ട്രക്ചർ, ബയോഫിലിംസ്, പില്ലെ, ഫിംബ്രിയെ, റിട്രോ വൈറസ്, വൈറൽ ജിനോം ടൈപ്പ്, ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻസ്, പത്തോജൻസ്, ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്തോജൻസ്, ലൈക്കൻസ് ഒക്കെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക് ഇമ്പോർട്ടൻസോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈക്കൻസ് ആയിരിക്കും ചോദിക്കാറുള്ളത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ മൈക്കോറൈസൽ അസോസിയേഷൻ, ബയോ കൺട്രോൾ ഏജന്റുകൾ, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആ ഒരു 6 യൂണിറ്റുകൾ ഉള്ളതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത മൊഡ്യൂൾസ് ആണ് ജെനറ്റിക്സ്, മോളിക്കുലാർ ബയോളജി, അതേപോലെ തന്നെ പ്ലാന്റ് ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, വൈറോളജി, മൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്സുകൾ. ദെൻ ഇനി മസ്റ്റ് സ്റ്റഡിയാണ് ഇത്. ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു 5 6 വർഷത്തെ അല്ലെങ്കിൽ ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താണ്, അനലൈസ് ചെയ്ത് മനസ്സിലാക്കി എടുത്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഈ ഒരു ടോപ്പിക്കുകൾ ഇല്ലാത്ത എക്സാംസുകൾ ഇങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പൊ നിങ്ങൾ ഈ ഒരു സർക്കിളിലെ സെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്ലാസ് തിരിച്ചു വന്നിട്ട് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കണം. ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു മസ്റ്റ് സ്റ്റഡി ടോപ്പിക്സിൽ നിന്നും ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അത് നമ്മൾ പ്രവചിക്കുകയോ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ ആ ഒരു 3 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. DNA റെപ്ലിക്കേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സെൽ സൈക്കിൾ, RNA ഇന്റർഫറൻസ്, പ്ലാന്റ് ഹോർമോൺസ്, ഫോട്ടോസിന്തസിസ് ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ, APJ ക്ലാസിഫിക്കേഷൻസ്, പ്ലാന്റ് ഫാമിലീസ്. പ്ലാന്റ് ഫാമിലീസ് എന്ന് പറയുന്നത് നല്ല ഡെപ്തിൽ തന്നെ പഠിക്കണം. ഇപ്പൊ ചോദിക്കുന്ന ഒക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലാണ്. ഓരോ ഫാമിലിയുടെയും ഫീച്ചേഴ്സിൽ അതും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസത്തിലായിരിക്കും ഓരോ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ ഒഴിവാക്കി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലാന്റ് ഫാമിലീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. ഈ ബാക്ടീരിയൽ സ്ട്രക്ചർ, വൈറസ്, ഫംഗൽ ക്ലാസിഫിക്കേഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ആൽഫ ബീറ്റ ഗാമ ഡൈവേഴ്സിറ്റി ഒക്കെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. പിന്നെ ആൽഗ, ബ്രയോഫൈറ്റ്സിന്റെ ഒക്കെ ലൈഫ് സൈക്കിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു നമ്മുടെ ഒരു 10ഓളം ടോപ്പിക്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 10 ടോപ്പിക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പിന്നെയും വിചാരിക്കും, ഇതിൽ നിന്നൊക്കെ ചോദിക്കുമോ എന്നൊരു ഡൗട്ട് കാണും. പക്ഷെ ഒരു ഡൗട്ടും വേണ്ട, മസ്റ്റ് ആയിട്ട് ചോദിക്കും. അത് നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ, നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം, ഒരു 4 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു 10 ടോപ്പിക്കുകൾ നമ്മൾ എടുത്തു പറയുന്നത്. ഇത് മസ്റ്റ് സ്റ്റഡിയാണ്. ഇനി ഒന്നുമേ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു 10 15 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നോക്കുക. ഇതൊരു ഷോർട്ട് കട്ട് മാത്രമാണ് കേട്ടോ.
ഇനി നമ്മൾ പറഞ്ഞു ഒരു 2022 മുമ്പൊക്കെ വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു ടാക്സോണമി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ഐഡന്റിഫിക്കേഷൻ അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നോമൻക്ലേച്ചർ റൂൾസും അതുപോലെ തന്നെ APJ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ അഡ്വാൻസ്ഡ് രീതിയിൽ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ പണ്ട് ഫിസിയോളജി എന്നായിരുന്നെങ്കിൽ സൈക്കിൾസിന്റെ നെയിംസ് ഡയറക്റ്റ് ചോദിക്കുകയായിരുന്നു. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻസൈംസ് എന്താണ്, അല്ലെങ്കിൽ അതിലെ ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണ്, ആ രീതിയിൽ ഡെപ്തിൽ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ജെനറ്റിക്സിൽ ഡയറക്റ്റ് മെന്റേലിയൻ റേഷ്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ലിങ്കേജ് മാപ്പിംഗ്, അതുപോലെ തന്നെ ഇതൊരു 25 വരെ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. ലിങ്കേജ് മാപ്പിംഗ്, അതേപോലെ തന്നെ എപ്പിസ്റ്റഡ്സ്, ഇന്ററാക്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോയിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഒരു ഡെപ്ത് എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡെപ്തിൽ നമുക്ക് നോളജ് കിട്ടും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുന്നു, ആ ക്വസ്റ്റ്യനിൽ നിന്ന് 4 ഓപ്ഷൻസ് കാണും. അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ, ബാക്കി 3 ഓപ്ഷൻസിനെ കുറിച്ചിട്ടുള്ള അറിവ് കൂടെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ടോപ്പിക്സ് മെല്ലെ മെല്ലെ നമുക്ക് കവർ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു 4-5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി കുറച്ച് ടൈം മാറ്റി വെക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് പഠിക്കുന്നതിനിടയിൽ ഒരു റിലാക്സേഷനും ആയിരിക്കും ഇങ്ങനെ എക്സാംസ് എഴുതി നോക്കുന്നത്. നമ്മുടെ ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും ചില സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കാനും അത് സഹായിക്കും. എങ്കിലും മാക്സിമം നമ്മൾ നോക്കുക. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും കഴിവതും സിലബസ് ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 40 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ അതില് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും, മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ അത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാണും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തും ആയിക്കോട്ടെ, നിങ്ങളിപ്പം എക്സാം ഹോളിലാണെന്ന് വിചാരിക്കുക, ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഏത് ആൻസർ ആണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് കമന്റ് ചെയ്യാം. നമുക്കത് ശരിയാണോ നോക്കാം. ലാസ്റ്റിൽ ഈ സെക്ഷനിൽ ഏറ്റവും നന്നായിട്ട് ആൻസർ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞ ആരാന്ന് വെച്ചാൽ അവരെ നമ്മൾ ഈ ഒരു സെക്ഷന്റെ വിന്നർ ആയിട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ വേഗത്തിൽ തന്നെ ആൻസേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗെയിൻ ഫാമിലി അല്ലെ, ടാക്സോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? Pepo can be defined as simply fleshy fruit developing from tricalpillary syncarpous inferior ovary, characteristics fruit of the gourd family. Simple fresh fruit developing from tricarpillary apocarpus superior ovary. Simple fleshy fruit developing from tricarpillary carpus half inferior ovary. ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടോ? നോക്കാം. ആർക്കെങ്കിലും ഒക്കെ ഇതിൽ നോക്കിയിട്ട് ആൻസേഴ്സ് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്? നമുക്കറിയാം ഇതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AB ആണോ BC ആണോ AC ആണോ D ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അനുപമ A എന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാല്ലേ പെപ്പോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട് ആണ്. മെയിൻ ആയിട്ട് നമ്മുടെ കുക്കുർബിറ്റേസിയെ പോലെയുള്ള ഗാർഡ് ഫാമിലീസിലെ ഫ്രൂട്ട് ആണ് ഈ പെപ്പോ എന്ന് നമുക്ക് അറിയാം. അപ്പൊ അതിലെ എന്തായാലും നമുക്ക് എന്താണ് ബി സ്റ്റേറ്റ്മെന്റ് നമുക്ക് ട്രൂ ആണെന്നുള്ള കാര്യം നമുക്ക് ഒന്നും പഠിക്കാതെ പോയാൽ പോലും ഏതൊരാൾക്കും അല്ലെ, ബോട്ടണി പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇതാണ് ബി കറക്റ്റ് ആണ് എന്നുള്ളത്. പിന്നെ ഇത് എന്താണ് പറഞ്ഞ പോലെ തന്നെ ട്രൈകാർപ്പിലറി അല്ലെ, 3 കാർപ്പൽസ്, അത് സിൻകാർപ്പസ് ആയിരിക്കും, ഫ്യൂസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻഫീരിയർ ഓവറിയിൽ നിന്നായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട് ഡെവലപ്പിംഗ് ഫ്രം ട്രൈകാർപ്പിലറി സിൻകാർപ്പസ് ഇൻഫീരിയർ ഓവറി എന്നുള്ളതാണ്. സോ എയും ബിയും ഇവിടെ കറക്റ്റ് ആണ്. നമ്മുടെ അനുപമ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ പറഞ്ഞത്. ഇതൊരു ഒരുപാട് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ടാക്സോണമിയിലെ ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചോളൂ. ഫ്രൂട്ട്സുകൾ, ഓരോ ഫാമിലീസിലും വരുന്ന ഫ്രൂട്ടുകളുടെ ഒരു പ്രത്യേകതകൾ നോക്കിക്കോളുക. കാരണം ഇപ്പം ഒരുപാട് ഇങ്ങനെ ഫ്രൂട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇപ്പോ കുക്കുർബിറ്റേസി ആണ്, സിമ്പിൾ ഫ്ലഷി ഫ്രൂട്ട്സ് ആണ്. അതേപോലെ തന്നെ അത് ട്രൈകാർപ്പലറി സിൻകാർപ്പസ് ഇൻഫീരിയർ ഓവറിയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, പി പ്രോട്ടീൻ ഈസ് ഫൗണ്ട് ഇൻ. പി പ്രോട്ടീൻ എവിടെയാണ് കാണുന്നത്? ഫ്ലോയിം പാരൻകൈമ, സൈലം വെസൽ, സീഡ് ട്യൂബ്, കമ്പാനിയൻ സെൽസ്. എവിടെയാണ് നമുക്ക് പി പ്രോട്ടീൻസിനെ കാണാൻ പറ്റുന്നത്? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പി പ്രോട്ടീൻ എന്താ? പി പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പി
പി അവിടെ റെഫർ ചെയ്യുന്നത് ഓക്കെ സി പറഞ്ഞിട്ടുണ്ട്, കീർത്തന സി എന്ന് പറഞ്ഞിട്ടുണ്ട്. പി പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്ലോയം പ്രോട്ടീൻ ആണ് അല്ലെ. പി പ്രോട്ടീൻ, പി മീൻസ് ഫ്ലോയം പ്രോട്ടീൻ ആണ്. അപ്പൊ തന്നെ നമുക്കറിയാം ഫ്ലോയത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ് ഈ ഒരു പി പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ സി ട്യൂബിന് എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഡാമേജോ സംഭവിക്കുന്ന സമയത്ത് ഈ പ്ലാന്റ് കാര്യങ്ങളും ഒന്നും ഊസ് ഔട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ആ ഭാഗത്തെ സീൽ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് പി പ്രോട്ടീൻ. സോ പി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫ്ലോയം പ്രോട്ടീൻ ആണ്. അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ സീഡ് ട്യൂബ്സിന് ഇഞ്ചുറീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിനെ സീൽ ചെയ്ത് ലിക്വിഡിന്റെ ഒന്നും ഊസ് ഔട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്. സോ റൈറ്റ് ആൻസർ ആണ് സീഡ് ട്യൂബ്. കീർത്തന കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരെണ്ണത്തിന് അനുപമയും ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഒരെണ്ണത്തിന് കീർത്തനയും പറഞ്ഞു. നമുക്ക് നോക്കാം, ഇനിയും നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ 38 ക്വസ്റ്റ്യൻസോളം ഉണ്ട്, നമുക്ക് നോക്കാം. സോ തേർഡ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചർ. സ്റ്റേറ്റ്മെന്റ് 1 അല്ലെ, ഇന്റർനാഷണൽ കോഡ് ഓഫ് നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 3 സ്റ്റേറ്റ്മെന്റ്സുകൾ തന്നിട്ടുണ്ട്. അതില് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയേണ്ടത് നമ്മൾ ഏതാണെന്നുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എ ബൊട്ടാണിക്കൽ നെയിം ഈസ് ഫിക്സ്ഡ് ടു എ ടാക്സോൺ ബൈ എ മെത്തേഡ് ഓഫ് ടൈപ്പിഫിക്കേഷൻ. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ദ റൂൾ ഓഫ് പ്രയോറിറ്റി ഡസ് നോട്ട് അപ്ലൈ ടു ദ നെയിം പബ്ലിഷ്ഡ് ബിഫോർ May 1, 1753. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 3 എ നെയിം ഈസ് കൺസിഡേർഡ് validly published only if it is accompanied by Latin or English description എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 1 and 2 മാത്രമാണോ? 2ഉം 3ഉം ഉണ്ടോ? അതോ 1ഉം 3ഉം ആണോ? അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഏതൊക്കെയായിരിക്കും ആൻസേഴ്സ് വരുന്നുണ്ട് നോക്കട്ടെ. ഡി എന്ന് ആൻസേഴ്സ് പറയുന്നുണ്ട്, അതായത് എല്ലാം കറക്റ്റ് ആയിരിക്കും. അനുപമ എ പറയുന്നുണ്ട്, അതായത് എ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 1ഉം 2ഉം മാത്രമാണ്, 3 തെറ്റാണെന്നാണ് പറയുന്നത്. അന്നക്കുട്ടി കറക്റ്റ് ഡി ആണ്, എല്ലാം ശരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആദ്യം എന്താന്ന് നോക്കാം അല്ലെ. അപ്പൊ ഒരു പ്ലാന്റിന് നമ്മൾ അറിയാം, നമ്മൾ ബോട്ടണിയിൽ ധാരാളം സയന്റിഫിക് നെയിമുകൾ പഠിക്കുന്ന ആൾക്കാരാണ്. സോ ഒരു പ്ലാന്റിന് നമ്മൾ പേരിടുമ്പോൾ ആ പേര് ഏത് പ്ലാന്റിനാണെന്ന് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഒറിജിനൽ സാമ്പിൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കാറുണ്ട് അല്ലെ. അപ്പോൾ അത് മേ ബി ഹെർബേറിയം ഷീറ്റ് ആയിട്ടോ ആ ഒരു ന്യൂ പ്ലാന്റ് കണ്ടെത്തി പേരിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിന്റെ എന്ത് ചെയ്യും, നമ്മൾ ഡ്രൈ ചെയ്ത് ഹെർബേറിയം ഷീറ്റ് നമ്മൾ റെഫറൻസിനായിട്ട് സൂക്ഷിക്കാറുണ്ട്. ഇതാണ് ശരിക്കും ടൈപ്പിഫിക്കേഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. എ ബൊട്ടാണിക്കൽ നെയിം ഈസ് ഫിക്സ്ഡ് ടു എ ടാക്സോൺ ബൈ ദ മെത്തേഡ് ഓഫ് ടൈപ്പിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നെന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റൂൾ ഓഫ് പ്രയോറിറ്റി ഡസ് നോട്ട് അപ്ലൈ ടു ദ നെയിം പബ്ലിഷ്ഡ് ബിഫോർ May 1, 1753. അപ്പോ നമ്മൾ അടുത്ത പറഞ്ഞിരിക്കുന്നത്, അതായത് ബോട്ടണിയിൽ ഇപ്പം പ്ലാന്റിന് ആദ്യം നൽകിയവര് ഫസ്റ്റ് കൊടുക്കുന്ന ആ ഒരു പേരാണ് നമ്മൾ ഒഫീഷ്യലി എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ റൂൾ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് നമ്മുടെ നിന്നാണ് 1753 May 1 മുതൽ. അപ്പം ഇതിനു മുമ്പ് വന്നിട്ടുള്ള പ്ലാന്റ്സിനൊന്നും ആ ഒരു ഇട്ട പേരിനൊന്നും ഇത് ബാധകമല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഒരു ന്യൂ പ്ലാന്റിന്റെ നെയിം വാലിഡ് ആകണമെങ്കിൽ എ നെയിം ഈസ് കൺസിഡേർഡ് വാലിഡ്ലി പബ്ലിഷ്ഡ് അല്ലെ. ഒരു ന്യൂ പ്ലാന്റ്, ഞാനൊരു പ്ലാന്റ് എടുത്തു, ആ പ്ലാന്റിന് ഞാനൊരു പേര് കൊടുത്തു എങ്കിൽ ആ പ്ലാന്റിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എന്തിൽ വിശദീകരിക്കണം? പണ്ട് ലാറ്റിനിലായിരിക്കണമായിരുന്നു വിശദീകരിക്കേണ്ടത്. പക്ഷെ ഇപ്പം ലാറ്റിനിൽ മാത്രമല്ല, ലാറ്റിൻ ഓർ ഇംഗ്ലീഷിൽ വിശദീകരിച്ചാൽ മതി. എങ്കിൽ മാത്രമേ അതിനെ വാലിഡ് പബ്ലിഷ്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതും കറക്റ്റ് തന്നെയാണ്. സോ ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അതായത് ടൈപ്പിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെയിമിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രയോറിറ്റി, റൂൾ ഓഫ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന നെയിം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു നെയിം കൺസിഡർ ചെയ്യുന്നത് ആ ഒരു റൂള് വന്നത് May 1 മുതലാണ്. അതിനു മുമ്പ് അത് ബാധകമല്ലായിരുന്നു. അതേപോലെ തന്നെ ഒരു പുതിയ പ്ലാന്റിന്റെ നെയിം വാലിഡ് ആവണമെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ഒന്നെങ്കിൽ എന്തായിരിക്കണം, ലാറ്റിനില് അല്ലെങ്കിൽ ഇംഗ്ലീഷില് നമ്മൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ മാത്രമേ അത് വാലിഡ് ആയിട്ട് വരികയുള്ളൂ. സോ ഈ പറഞ്ഞതിൽ സ്റ്റേറ്റ്മെന്റ് ആരാ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്? അന്നക്കുട്ടിയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ സ്റ്റേറ്റ്മെന്റ്സുകളും കറക്റ്റ് തന്നെയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട്
എപ്പോഴും സെറ്റിന് ചോദിക്കുന്നത്, ഞാൻ ഇത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഹോളോടൈപ്പ്, ഐസോടൈപ്പ്, ലാക്ടോടൈപ്പ്, നിയോടൈപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മാത്രം ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം ഹോളോടൈപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു എന്താണ് ഒറിജിനൽ മെയിൻ സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ സ്പെസിമൻ ആണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. ഐസോടൈപ്പ് എന്ന് പറയുന്നത് ഹോളോടൈപ്പ് കളക്ട് ചെയ്ത അതേ സ്ഥലത്ത് നിന്ന് ശേഖരിക്കുന്ന ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സോ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ഹോളോടൈപ്പ് ആണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോടൈപ്പ് സിംഗിൾ ഒറിജിനൽ മെയിൻ സാമ്പിൾ ആണ്. ആ ഹോളോടൈപ്പ് കളക്ട് ചെയ്ത അതേ ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു സ്പെസിമൻ ആണ് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഹോളോടൈപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഫസ്റ്റ് ആ ഒരു പേരിട്ട സമയത്ത് ആ ഒരു ഹോളോടൈപ്പിനെ ആ ഒരു സയന്റിസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തില്ല, അല്ലെങ്കിൽ ഹോളോടൈപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മുമ്പ് നേരത്തെ ശേഖരിച്ചു വെച്ച ആ ഒരു ഒറിജിനൽ സാമ്പിളിൽ നിന്നും പിന്നീട് തിരഞ്ഞെടുക്കുന്ന സ്പെസിമൻ ആണ് ലെക്ടോടൈപ്പ്. രണ്ട് കണ്ടീഷൻസ് ആണ് അവിടെ പറയുന്നത്. ലേറ്റർ ആണ് ചൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഹോളോടൈപ്പ് എന്ത് ചെയ്തു, അവിടെ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സയന്റിസ്റ്റ് ഹോളോടൈപ്പിനെ കുറിച്ച് ഒന്നും ഡെസിഗ്നേറ്റ് ചെയ്തതേ ഇല്ല, അല്ലെങ്കിൽ ഹോളോടൈപ്പ് നഷ്ടപ്പെടുകയോ ചെയ്താൽ മുമ്പ് ശേഖരിച്ചു വെച്ച ഒറിജിനൽ സാമ്പിളിൽ നിന്നും പിന്നീട് നമ്മൾ കളക്ട് ചെയ്യുന്നതാണ് ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നിയോടൈപ്പ്, അത് വളരെ സിമ്പിൾ ആണ്. ന്യൂ ആണ് നിയോടൈപ്പ് എന്ന് പറയുന്നത്. ഹോളോടൈപ്പോ ഐസോടൈപ്പോ പോലെയുള്ള ഒറിജിനൽ സാമ്പിൾ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ന്യൂ സ്പെസിമൻ ആണ് നിയോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇപ്പം ഒരു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, പക്ഷെ അതിന് മുമ്പത്തെ വർഷമൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് രണ്ടും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതായോണ്ടാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് നോക്കാം. കൺവേർജന്റ് എവല്യൂഷൻ അല്ലെ, അതിന്റെ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് എവല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ലിസ്റ്റ് 2 കൊടുത്തിട്ടുള്ളത്. സോ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, റിലേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകൾ ഒരേ എൻവയോൺമെന്റിൽ ജീവിക്കേണ്ടി വരുമ്പം അവർക്കുണ്ടാവുന്ന ഫീച്ചേഴ്സ് ആണ്. അപ്പൊ കൺവേർജന്റ് എന്ന് പറയുമ്പോൾ രണ്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകളാണ്, പക്ഷെ അവര് എന്ത് ചെയ്യുന്നു, ഒരേ എൻവയോൺമെന്റിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഏകദേശം ഒരേപോലെയുള്ള ഫീച്ചേഴ്സുകൾ ഡെവലപ്പ് ആവുന്നു. അതാണ് കൺവേർജന്റ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയാൻ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് യൂഫോർബിയയും കാക്ടസും. പക്ഷെ അത് ജീവിക്കുന്ന എൻവയോൺമെന്റ് ട്രൈ ഹാബിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സെക്യുലിയൻ നേച്ചർ രണ്ട് പ്ലാന്റ്സിനും ഉണ്ടാവുന്നു. നെക്സ്റ്റ് നിങ്ങൾക്ക് ആൻസർ പറയാം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് ടൈം ചെയ്ത് നോക്കി ടൈം പറയാം. അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് തുടങ്ങുന്നത്. മൊത്തം കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അത് ജീവിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഹാബിറ്റാറ്റിനനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, പുതിയ പുതിയ സ്പീഷീസുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡാർവിൻ ഫിഞ്ചസ് അല്ലെ. അതിന്റെ ആ ഒരു ചുറ്റുപാടിനനുസരിച്ച് അതിന്റെ ബീക്കിന്റെ സൈസും സ്ട്രക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോ എവല്യൂഷൻ ആണ്. A2 ഓക്കെ, A2 കറക്റ്റ് ആണ്. അനുപമ കറക്റ്റ് ആണ്. ദെൻ കോ എവല്യൂഷൻ ഉണ്ട്. അത് നമുക്കറിയാലേ കോ എവല്യൂഷനുള്ള വേർഡ്. അപ്പോൾ അനുപമ അത് നമുക്ക് ആൻസർ പറയുന്നുണ്ട്. B1 കറക്റ്റ് ആണ്. C3 ഓക്കെ കറക്റ്റ് ആണ്. D4 ടൈം എടുത്ത് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ തന്നിട്ടുണ്ട്. വെരി ഗുഡ്. സോ കോ എവല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് സ്പീഷീസ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെ. ഇപ്പൊ ഒന്നിലെ ചേഞ്ച് മറ്റൊന്നിലും ഉണ്ടാവും. അതായത് ഓർക്കിഡും അതിന്റെ സ്പെസിഫിക് പോളിനേറ്റേഴ്സും ഫ്ലവറിന്റെ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആ ഒരു ഇൻസെക്റ്റിനെയും ബാധിക്കും. അത് കറക്റ്റ് ആണ്. ദെൻ ഒരെണ്ണമേ ഉള്ളൂ അല്ലെ, ഇത് 3. ഈ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഏതെങ്കിലുമൊക്കെ രണ്ടെണ്ണം അറിയാമെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് മാച്ച് ദ ഫോളോയിങ്. അപ്പൊ ഏതെങ്കിലും ഒരു രണ്ടെണ്ണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് മാർക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ പാരലൽ എവല്യൂഷൻ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒറ്റ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാം. സോ ദേ അനുപമ പറഞ്ഞ പോലെ തന്നെ A2, B1, C3, D4 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ DNA റിപ്പയർ മെക്കാനിസം പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എന്ന് നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു.
സോ ന്യൂക്ലിയോറ്റൈഡ് അല്ലെ, മ്യൂട്ടേഷൻ ഇൻ ദ ജീൻ റെസ്പോൺസിബിൾ ഫോർ ന്യൂക്ലിയോറ്റൈഡ് എക്സിഷൻ റിപ്പയർ ഇൻ പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻസ് ലീഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി സിൻഡ്രം. Mutation in gene responsible for nucleotide excision repair in plants and humans leads to which of the following? Okay, B and C. കീർത്തന ആദ്യം തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാല്ലേ ന്യൂക്ലിയോറ്റൈഡ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി സെൽസ് അല്ലെ DNA സൺലൈറ്റിലെ UV റേഡിയേഷൻസ് മൂലം ഡാമേജുകൾ സംഭവിക്കുമ്പോൾ ഈ ഒരു ഡാമേജുകൾ കണ്ടെത്തി അവ നീക്കം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റിപ്പയർ മെക്കാനിസം ആണ് ന്യൂക്ലിയോറ്റൈഡ് എക്സിഷൻ റിപ്പയർ എന്ന് പറയുന്നത്. ഇതില് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും അല്ലെ. ബ്ലൂം സിൻഡ്രം എന്ന് പറയുന്നത് ഈ ഒരു DNA റിപ്പയർ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. DNA ഹെലിക്കേസ് അല്ലെ, DNA ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട് റെപ്ലിക്കേഷന്റെ ടൈമത്തെ ഹെലിക്കേസ് എൻസൈംസ്. അപ്പൊ ഈ ഹെലിക്കേസ് എൻസൈംസിന്റെ തകരാറുകൾ മൂലം ഉണ്ടാവുന്നതാണ് ബ്ലൂം സിൻഡ്രം. അതെന്തായാലും നമ്മുടെ ഈ ഒരു ന്യൂക്ലിയോറ്റൈഡ് എക്സിഷൻ റിപ്പയറുമായിട്ട് ബന്ധമില്ല. അപ്പൊ നമുക്ക് എയിനെ അങ്ങ് ഒഴിവാക്കാം. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് 2 ഓപ്ഷൻസ് ആണ്, സീറോഡെർമയും അതേപോലെ തന്നെ കൊക്കൈൻ സിൻഡ്രോമാണ് ഉള്ളത്. അതിൽ സീറോഡെർമ നമുക്ക് അറിയാം അല്ലെ. സീറോഡെർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റിൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് സ്കിന്നിൽ എന്താണ് ഒരു പൊള്ളലുകൾ പോലെ അല്ലെങ്കിൽ പൊള്ളലുകൾ പോലെയുള്ള പാടുകൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ചുളിവുകൾ ഉണ്ടാവുകയും അത് ലേറ്റർ സ്കിൻ ക്യാൻസേഴ്സിലേക്കൊക്കെ നയിക്കുന്ന ഒരു സിൻഡ്രമാണ് സീറോഡെർമ പിഗ്മെന്റോസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കൊക്കൈൻ സിൻഡ്രം എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ പ്രിമച്വർ ആയിട്ടുള്ള ഏജിങ്, വളരെ പെട്ടെന്ന് തന്നെ എന്താണ് വളർച്ച മുരടിച്ച് ഏജിങ് സ്കിന്നിലും കാര്യങ്ങളിലും ഒക്കെ ഒരു ഏജിങ് ഉണ്ടാവുന്ന അവസ്ഥയാണ്. അതും സൺലൈറ്റിനുമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. അപ്പൊ ഈ സീറോഡെർമ ആയിക്കോട്ടെ കൊക്കൈൻ ആയിക്കോട്ടെ ഇത് രണ്ടും UV റേഡിയേഷൻസ് മൂലം നമ്മുടെ DNA എന്തെങ്കിലുമൊക്കെ എന്താണ് കേടുപാടുകൾ ഉണ്ടായിട്ട് ഉണ്ടാവുന്ന സിൻഡ്രംസ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ട് ബോത്ത് B ആൻഡ് C എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ദേ ഇവിടെ നമ്മൾ എഴുതി ഡീറ്റെയിൽഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലേറ്റർ നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ കോഴ്സിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്കത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ, അതുകൊണ്ട് ഞാനത് വീണ്ടും വെറുതെ ഇരുന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നതുകൊണ്ടാണ് അതിരുന്ന് വായിക്കാത്തത്. സോ കറക്റ്റ് ആണ്, നമ്മുടെ കീർത്തനയാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ളത്. B ആൻഡ് C ആണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇപ്പം പറയാത്തത് ചിലപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ ഈ പറയുന്ന ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും അറിയാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ചിലത് ഒരാൾക്ക് അറിയില്ലായിരിക്കും, ബാക്കി 2 പേർക്ക് അറിയായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതായിക്കോട്ടെ അറിയാത്തതായിക്കോട്ടെ ജസ്റ്റ് ഗസ് ആയിക്കോട്ടെ, എന്തായാലും ആൻസേഴ്സ് കമന്റ് ചെയ്ത് പോവുക. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ B ആൻഡ് C ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് അമോങ് ദ ഹ്യൂമൻ ക്രോമോസോം ഡസ് നോട്ട് ഹാവ് എ ന്യൂക്ലിയർ ഓർഗനൈസർ റീജിയൻ? ഈ പറഞ്ഞിട്ടുള്ള ക്രോമോസോംസിൽ ന്യൂക്ലിയർ ഓർഗനൈസർ റീജിയൻ ഇല്ലാത്ത ക്രോമോസോംസുകൾ ഏത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ന്യൂക്ലിയർ ഓർഗനൈസർ റീജിയൻ എന്ന് പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ ക്രോമോസോംസിൽ റൈബോസോമൽ RNA കോഡ് ചെയ്യുന്ന ജീനുകൾ അടങ്ങിയ ഭാഗമാണ് അല്ലെ. അത് മെയിൻ ആയിട്ട് അക്രോസെൻട്രിക് ക്രോമോസോമിന്റെ ഷോർട്ട് ആമായിട്ടുള്ള P-ആമിലിന്റെ ആണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഓർഗനൈസർ റീജിയൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ക്രോമോസോംസിൽ റൈബോസോമൽ RNA കോഡ് ചെയ്യുന്ന ജീനുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ എന്താ പറയേണ്ടത്? അക്രോസെൻട്രിക് ക്രോമോസോംസ് അല്ലെ. നമ്മൾ പല ടൈപ്പ് ഓഫ് മെറ്റാസെൻട്രിക് അങ്ങനെ ടീലോസെൻട്രിക് അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ക്രോമോസോംസ് പഠിക്കുന്നുണ്ട്. അതിൽ അക്രോസെൻട്രിക്കിലെ ഷോർട്ട് ആമായിട്ടുള്ള P-ആം റീജിയണിൽ കാണപ്പെടുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഏതെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഓർഗനൈസർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ആർക്കും ഇതിന് ആൻസർ അറിയില്ല, ഷോർട്ട് ആമിൽ കാണുന്ന. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഓക്കെ B എന്ന് പറയുന്നുണ്ട്, ഡസ് നോട്ട് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ B എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 13th ക്രോമോസോം, 14th ക്രോമോസോം, 15th ക്രോമോസോം, 21th ക്രോമോസോം, 22 ക്രോമോസോം ഇവയൊക്കെ എന്താണ്? അക്രോസെൻട്രിക് ക്രോമോസോമുകളാണ്. ഇവയൊക്കെ അക്രോസെൻട്രിക് ആണ്. അപ്പൊ ഈ അക്രോസെൻട്രിക്കിൽ ഇത് ഇത്ര അക്രോസെൻട്രിക് ക്രോമോസോംസ് ആണ് കേട്ടോ. 5 എണ്ണം അല്ലെങ്കിൽ 5 പെയർ അല്ലെങ്കിൽ 10 ക്രോമോസോമുകൾ എന്ന് നമുക്ക് പറയാം. അപ്പം ഇവയെല്ലാം എന്താണ്? അക്രോസെൻട്രിക് ക്രോമോസോം. അപ്പൊ ഈ അക്രോസെൻട്രിക് ക്രോമോസോംസിന്റെ
പി ആമിലാണ് ഇത് കാണുന്നത്. അക്രോസെൻട്രിക് ക്രോമോസോമിന്റെ പി ആമില്. ഇപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷനിൽ നമ്മൾ പെയറാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഉള്ളതിൽ പെയർ. ഇപ്പൊ തേർഡ് ക്രോമോസോമിൽ ഇല്ലെങ്കിലും 14ലുണ്ട്. അപ്പൊ നമുക്ക് ഈ ഓപ്ഷനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് തേർഡിൽ ഇല്ല, പക്ഷെ 14ലുണ്ട്. അതൊരു പെയറായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിനകത്തപ്പോ എന്തുണ്ട്? ന്യൂക്ലിയർ ഓർഗനൈസർ റീജിയൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അതൊരു പെയറായിട്ട് കിടക്കുന്നുണ്ട്. ഇനി നോക്കിയേ, 21, 22 അതും ഉണ്ട്. 14, 15 ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് 11, 12 ആണ് അല്ലെ. ഇത് അക്രോസെൻട്രിക് ക്രോമോസോം അല്ല. അക്രോസെൻട്രിക് അല്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് എന്തില്ല? ഈ പറഞ്ഞിട്ടുള്ള ഓർഗനൈസർ റീജിയൻ നമുക്ക് കാണാനും സാധിക്കില്ല. കാരണം അക്രോസെൻട്രിക്കിന്റെ പിയാമിൽ മാത്രമാണ് ഇത് കാണുന്നത്. അപ്പോ കാണാൻ പറ്റില്ല. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ആലോചിച്ച് വെച്ചോളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആൻസർ പറഞ്ഞത് കീർത്തനയാണ്. ബി ആണ് കേട്ടോ. 21ഉം 22ഉം എന്താണ്? അക്രോസെൻട്രിക് ക്രോമോസോംസുകളാണ്. ഓക്കെ, സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ക്രൂഷ്യൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ ന്യൂക്ലിയോലസ് ഇൻ ഹ്യൂമൻസിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള അല്ലെ അക്രോസെൻട്രിക് ക്രോമോസോംസിന്റെ ഷോർട്ട് ടൈമിലാണ് ഇത് കാണപ്പെടുന്നത്. 13, 14, 15, 21, 22 പോലെയുള്ള ക്രോമോസോമുകൾ എല്ലാം അക്രോസെൻട്രിക് ആണ്. അതിൽ 11ഉം 12ഉം എന്തല്ല? അക്രോസെൻട്രിക് അല്ല. അതുകൊണ്ട് തന്നെ ആ റീജിയൻസിൽ നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കില്ല. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 11 ആൻഡ് 12 ആണ്. അടുത്ത 7th ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, വേഗത്തിൽ ആൻസർ ചെയ്യാം. ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ ഇസ് എ ഡിസീസ്ഡ് കണ്ടീഷൻ. എന്താണ് ഹൈപ്പോക്സിയ? ടോട്ടൽ ലാക്ക് ഓഫ് ഓക്സിജൻ ആണോ? ഓക്സിജൻ ഇല്ല. എ കണ്ടീഷൻ വെൻ ബോഡി ഗെറ്റ് ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. ഇനബിലിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ടു ഫോം അല്ലെ. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. കീർത്തന എ പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ കീർത്തന മാത്രമേ നമുക്ക് ആൻസർ പറഞ്ഞിട്ടുള്ളൂ. കീർത്തന അനുപമ ബി പറയുന്നു. അതായത് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്, ഹൈപ്പോ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അറിയാം ഹൈപ്പോ എന്നുള്ള ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഇല്ലാത്തൊരവസ്ഥയല്ല. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ് എന്നുള്ളൊരു അവസ്ഥയാണല്ലോ. പിന്നെ അത് കുറവ് നോക്കിയേ, ഇൻസഫിഷ്യന്റ് ആണല്ലോ കുറവ്. സോ എ കണ്ടീഷൻ വെന്നല്ലേ നമ്മുടെ ബോഡീസിലെ ടിഷ്യൂസിനും ഓർഗനും ഇനഫ് ആയിട്ടുള്ള ഓക്സിജൻ, സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജനെ കിട്ടാത്ത അവസ്ഥയാണ് ഏതെന്ന് പറയുന്നത്? ഹൈപ്പോക്സിയ. സോ എ കണ്ടീഷൻ വെൻ ബോഡി ഗെറ്റ്സ് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ആയിരിക്കും. ആവശ്യത്തിനുള്ള ഓക്സിജനെ കിട്ടുന്നില്ല. അത് ഈ വേർഡിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. ഹൈപ്പോ മീൻസ് കുറവ്. ഇനി ടോട്ടൽ ലാക്ക് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ നോയാണ്, ഇല്ല. അതെന്ന് പറയുന്നത് അനോക്സിയയാണ്, ഹൈപ്പോക്സിയ അല്ല. തിരിഞ്ഞു പോവരുത്, അനോക്സിയാണ്. നോ, ഒട്ടും കിട്ടുന്നില്ല. സോ അത് അനോക്സിയ എന്ന് പറയുന്നതാണ്. ഏതെന്ന് പറയുന്നത്? ടോട്ടൽ ലാക്ക് ഓഫ് ഓക്സിജൻ. ഒരിക്കലും ഹൈപ്പോക്സിയ അല്ല. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ട്, ബട്ട് സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ടിൽ കിട്ടുന്നില്ല. ഇനി ഈ ഒരു ഇൻസഫിഷ്യന്റ് അല്ലെങ്കിൽ ഹൈപ്പോക്സിയുടെ ഫലമായിട്ടുണ്ടാവുന്ന 2 സിംറ്റംസ് ആണ് എന്താണ്? ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റാത്തതും, അതുപോലെ തന്നെ ബൈൻഡ് ചെയ്ത ശേഷം ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യാൻ പറ്റാത്തതും. ഇത് രണ്ടും ഈ ഒരു ഹൈപ്പോക്സിയുടെ സിംറ്റംസ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ കറക്റ്റ് ആയിട്ട് അനുപമയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഏകദേശം ഒരേപോലെ തന്നെ ആൻസേഴ്സ് പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ലാസ്റ്റിൽ കൗണ്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ആൻസേഴ്സ് പറഞ്ഞിട്ടുള്ളത് അനുപമയാണെന്ന് തോന്നുന്നു. ഞാൻ തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം കേട്ടോ, റോങ് ആണെങ്കിലും. ഞാൻ കണ്ടതും കൗണ്ട് ചെയ്തതും വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അനുപമയാണ് കുറച്ചധികം ആൻസേഴ്സ് അധികം എന്നല്ല, ഒരു 1 ആൻസറിനും എന്തോ മുന്നിൽ നിൽക്കുന്നത്. സോ നമ്മൾ വിഷമിക്കേണ്ട, 7th ക്വസ്റ്റ്യൻ ആയതേ ഉള്ളൂ. ഇനി ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാവർക്കും ആൻസേഴ്സ് പറയാം. സോ 7 എന്ന് പറയുന്നത് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 8th വൺ. ഐഡന്റിഫൈ ദ സയന്റിഫിക് നെയിം ഓഫ് വിസ്ക് ഫേർഡ്. ഇതും ഒരു റീസെന്റ് ട്രെൻഡ് ആയിട്ട് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോ അങ്ങനെ കാണാറില്ല, എങ്കിലും നമുക്ക് ഈ വർഷം ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാം ഇങ്ങനെയുള്ള ഫേണുകളുടെയൊക്കെ നിക് നെയിം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്, ഇത് നമ്മൾ തെറ്റിക്കാനേ പാടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിസ്ക് ഫേൺ എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, സൈലോട്ടമാണ്. വളരെ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചിന്തിക്കാനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. സൈലോട്ടമാണ് വിസ്ക് ഫേൺ എന്നറിയപ്പെടുന്നത്. സോ സൈലോട്ടം, ഈ ഒരു ടേബിൾ അല്ലെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെച്ച് നോക്കുക. സൈലോട്ടം എന്ന് പറയുന്നത് വിസ്ക് ഫേൺ ആണ്. അതുപോലെ തന്നെ മെയ്ഡൻ ഹെയർ ഫേൺ ആണ് നമ്മുടെ അഡിയാൻറ്റം എന്ന് പറയുന്നത്. വാട്ടർ ഫേൺ ആണ് അസോള എന്ന് പറയുന്നത്. വാട്ടർ ക്ലോവർ ആണ് മെർസീലിയ. മെയിൽ ഫേൺ ആണ് ഡ്രയോറ്ററിസ്. ഹോസ്റ്റെയിൽ, ഈ ഹോസ്റ്റെയിലും സ്ഥിരമായിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഹോസ്റ്റെയിൽ ആണ് ഇക്വിസിറ്റം എന്ന് പറയുന്നത്. ബ്രക്കൻ ഫേൺ ആണ് ടെറിഡിയം. ട്രീ ഫേൺ ആണ് സയാത്തിയ.
അല്ലെ? അപ്പൊ ഇതൊന്ന് നോക്കിക്കോളെ, നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. നമുക്ക് ഒരു മാർക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് മസ്റ്റ് ആയിട്ട് കാണാതെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ തന്നെ ഉണ്ടോ, അറിയാമെങ്കിലും ഓപ്ഷൻസ് കണ്ടപ്പോൾ ചെറിയ കൺഫ്യൂഷനിൽ തെറ്റിപ്പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേബിൾ ജസ്റ്റ് നോക്കി വെച്ചോളൂ. ഇതിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഒരു വിസ്ക് ഫേണ്, അതേപോലെ തന്നെ ഹോസ്റ്റൈല്, ട്രീ ഫേണ്, ഇതൊക്കെ. അപ്പൊ അത് വളരെ സിമ്പിൾ ആണ്, ഒന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഡീപ്പായിട്ട് നോളജോ ഒന്നും വേണ്ടാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ നെക്സ്റ്റ് എഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, മാച്ച് ദ ഫോളോയിങ് ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ടൈം നിങ്ങൾ പതുക്കെ ഞാൻ അതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻസ് ഒക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആൻസർ തന്നാൽ മതി. എംബ്രിയോ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പല ടൈപ്പ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റ് ഉണ്ട്. അതിലെ എംബ്രിയോ ഡെവലപ്മെന്റുമായിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. എംബ്രിയോ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആസ്ട്രേഡ് ടൈപ്പ് എന്താണ്, സൊളനാഡ് ടൈപ്പ് എന്താണ്, കാരിയോഫിലാഡ് ടൈപ്പ് എന്താണ്, ഒൺഗ്രാഡ് ടൈപ്പ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ കണ്ടെത്താൻ പറ്റുന്നോ നോക്കുക. ഒൺഗ്രാഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറയേണ്ടത്, നമ്മുടെ എംബ്രിയോ ഡെവലപ്മെന്റ് അല്ലെ. എങ്ങനെ നമുക്കറിയാം, എംബ്രിയോ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെർമിനൽ സെൽസും ഉണ്ട്, ബേസൽ സെൽസും ഉണ്ട്. അപ്പൊ ഈ ടെർമിനൽ സെൽസ് അല്ലെങ്കിൽ ഹൗ ടെർമിനൽ സെൽസ് ആൻഡ് ബേസൽ സെൽസ് എന്നിവ എംബ്രിയോന്റെ ഡെവലപ്മെന്റിനെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൈപ്പ്. രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടെർമിനൽ സെൽസും ബേസൽ സെൽസും. അതിൽ ഈ ടെർമിനൽ സെൽസ് എങ്ങനെ സഹായിക്കുന്നു, അതേപോലെ തന്നെ ബേസൽ സെൽസ് എങ്ങനെ സഹായിക്കുന്നു, അതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒൺഗ്രാഡ് ടൈപ്പിലാണെങ്കിൽ എന്താണ് പറയേണ്ടത്, എംബ്രിയോയുടെ എല്ലാ പാർട്സും ടെർമിനൽ സെൽസിൽ നിന്നായിരിക്കും. എല്ലാ പാർട്സും ഡെവലപ്പ് ചെയ്യുന്നത് ടെർമിനൽ സെൽസിൽ നിന്നായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ് ഒരു എംബ്രിയോ ഡെവലപ്പ് ആവുന്ന എല്ലാ പാർട്ടുകളും ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് പറ്റുന്ന ബേസൽ സെൽസിന് വളരെ കുറഞ്ഞ പങ്ക് മാത്രമേ കാണൂ. ടെർമിനൽ സെൽസിൽ ആയിരിക്കും കൂടുതൽ പങ്കുള്ളത്. സോ നോക്കി, ബേസൽ സെൽസ് പ്ലേസ് ലിറ്റിൽ ഓർ നോ റോള്. ബേസൽ സെൽസിന് പ്രത്യേകിച്ച് റോളേ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും വളരെ ലിറ്റിൽ ആയിട്ടുള്ള റോൾ ആയിരിക്കും ഉള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റിൽ. ഇനി ആസ്ട്രേഡ് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണെങ്കിലോ, ഇതില് എംബ്രിയോ രൂപീകരണത്തിന് ഈക്വൽ ആണ്. ബോത്ത് രണ്ടുപേരും എന്താണ്, ഈക്വലി ആണ് ഈ ഒരു ടൈപ്പില് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ബോത്ത് ബേസൽ ആൻഡ് ടെർമിനൽ സെൽസ് കോൺട്രിബ്യൂട്ട് ടു എംബ്രിയോ ഫോർമേഷൻ. അതാണ് ആസ്ട്രേഡ് ടൈപ്പ്. ഇത് എംബ്രിയോ ഡെവലപ്മെന്റുമായിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ബയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പം അതിനകത്ത് എന്താണ്, ടെർമിനൽ സെൽസും ബേസൽ സെൽസും എങ്ങനെയാണ് എംബ്രിയോയുടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. ദെൻ അടുത്ത് എന്താണ്, സൊളനാഡ് ടൈപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്ന് പറയുമ്പോൾ ബേസൽ സെൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ബേസൽ സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലൈൻ അടുക്കി വെച്ചതുപോലെ സസ്പെൻസർ രൂപപ്പെടുകയും ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, സൊളനാഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, അതെ ഇവിടെ ബേസൽ സെൽസ് ഫോം എ ലിനിയർ സസ്പെൻസർ. ഓക്കെ, C1D4 എന്ന് പറയുന്നുണ്ട്. C1 അല്ലല്ലോ, C1 അല്ല. നെക്സ്റ്റ് കാരിയോഫിലാഡ് ടൈപ്പ് ഉണ്ട് അല്ലെ, കാരിയോഫിലാഡ് ടൈപ്പ്. ഇതിലാ ബേസൽ സെൽസ് ഡിവൈഡ് ചെയ്യാറില്ല. അത് വലുതായിട്ട് ഒരു ഹോസ്റ്റോറിയം പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോ ഇങ്ങനെയാട്ടോ വരുന്നത്. ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. അനുപമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ എംബ്രിയോ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒൺഗ്രാഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എംബ്രിയോയുടെ എല്ലാ പാർട്സും ടെർമിനൽ സെൽസിൽ നിന്ന് മാത്രമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെ ബേസൽ സെൽസിന് ലെസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിരിക്കും ഉള്ളത്. ആസ്ട്രാഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എംബ്രിയോ ആസ്ട്രാഡ് രണ്ടും ഈക്വൽ ആണ്. ടെർമിനൽ സെൽസും ബേസൽ സെൽസും ഈക്വൽ ആയിട്ടാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ബോത്തിന്റെ രണ്ടിന്റെയും കോൺട്രിബ്യൂഷൻസ് ഈക്വൽ ആയിരിക്കും. സൊളനാഡ് ടൈപ്പിൽ ബേസൽ സെൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലിനിയർ സസ്പെൻസർ ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കാരിയോഫിലാഡ് ടൈപ്പിൽ അവിടെ ബേസൽ സെൽസ് ഡിവൈഡ് ചെയ്യാറില്ല. അതിങ്ങനെ വലുതായിട്ട് ഒരു ഹോസ്റ്റോറിയമായിട്ട്, ഹ്യൂജ് ഹോസ്റ്റോറിയമായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇനി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ A3, B2, C4 അതുപോലെ തന്നെ D1 അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു പോയി കേട്ടോ രൂപ, കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് ആർ എക്സാമ്പിൾ ഫോർ എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ലൈക്കൺ. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്കണിന് എക്സാമ്പിൾ ഏതെന്നാണ്. നമുക്ക്
3 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. ഇതില് കറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പറയാൻ പറ്റുമോ നോക്കാം. 1 and 2 മാത്രമാണോ, 2 and 3 ആണോ, അതോ 1 and 3 ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, കീർത്തന ആദ്യം തന്നെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണല്ലേ. തന്നിട്ടുള്ള 3 സ്പീഷീസുകളും എന്താണ്, എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്കൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഒന്ന് ജസ്റ്റ് പറയാം. ലൈക്കൻ എന്ന് പറയുമ്പോൾ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് അല്ലെ. ഫംഗസും ആൽഗിയും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് വിളിക്കുന്നത്. അതിലെ ഫംഗൽ പാർട്ട്ണറിനെ നമ്മൾ മൈക്കോബയോണ്ട് എന്നും അതേപോലെ തന്നെ ആൽഗൽ പാർട്ട്ണറിനെ നമ്മൾ ഫൈക്കോബയോണ്ട് എന്നുമാണ് വിളിക്കുന്നത്. അപ്പോ ഫംഗസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സ്ട്രക്ചർ പ്രൊട്ടക്ഷൻസ് കൊടുക്കുമ്പോൾ ആൽഗി ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ലൈക്കൻസ് എന്ന് പറയുമ്പോൾ സിബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് ആൽഗയാണ്. അതിലെ ഫംഗൽ പാർട്ടിനെ നമ്മൾ മൈക്കോബയോണ്ട് എന്ന് വിളിക്കും, ആൽഗൽ പാർട്ടിനെ ഫൈക്കോബയോണ്ട് എന്ന് വിളിക്കും. എന്നിട്ട് ഇവർ നമുക്ക് എന്ത് ചെയ്യും, ഫംഗസ് പ്രൊട്ടക്ഷൻ കൊടുക്കും, ആൽഗി തിരിച്ച് ഫുഡ് കൊടുക്കും. അപ്പം അതിൽ മൈക്കോബയോണ്ട് ഫംഗസിലെ മെയിൻ ആയിട്ടും ആസ്കോമൈക്കോട്ട ഫാമിലിയിൽപ്പെട്ട മെമ്പേഴ്സ് ആയിരിക്കും മൈക്കോബയോണ്ട് ആയിട്ട് എപ്പോഴും വരുന്നത്. ഫൈക്കോബയോണ്ട് എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗെ ആയിരിക്കും. മെയിൻ ആയിട്ട് ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയയിലെ നോസ്റ്റോകനബീന മെമ്പേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കും. മൈക്കോബയോണ്ട് ആസ്കോമൈസീറ്റസ് ആണ്, ആസ്കോമൈക്കോട്ടയാണ് വരുന്നത്. ഫൈക്കോബയോണ്ട് എന്ന് പറയുമ്പോൾ ഗ്രീൻ ആൽഗെ ആയിരിക്കും യൂഷ്വലി വരുന്നത്. ഇനി ടൈപ്പ് ഓഫ് ലൈക്കൻസ് ഉണ്ടല്ലേ, പല ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം ക്രസ്റ്റോസ്, ക്രസ്റ്റ് ലൈക്ക് ടൈറ്റ്ലി അറ്റാച്ച്ഡ് ടു ദി സബ്സ്ട്രേറ്റുമായിട്ട് ടൈറ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ക്രസ്റ്റോസ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫീസ് ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് താനും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നോക്കിക്കൊള്ളുക. ദെൻ ഫോളിയോസ് ചോദിച്ചിട്ടുണ്ട്. ലീഫ് ലൈക്ക് ആയിട്ടുള്ള ലോബ്ഡ് ലൂസ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. അതിന് എക്സാമ്പിൾ ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്, പാമേലിയ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ പാമേലിയ എന്ന് പറയുന്നത് ഫോളിയോസ് ടൈപ്പ് ആണ്. ക്രസ്റ്റോസ് എന്ന് പറയുന്നത് ക്രസ്റ്റ് ലൈക്ക് ആയിട്ടുള്ളതാണ്. അത് ഗ്രാഫിസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഫ്രൂട്ടിക്കോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഷ്രബി നേച്ചർ ഉള്ളതാണ്. നമ്മുടെ അസ്നിയ, ക്ലഡോണിയ ഒക്കെ അല്ലെ, അസ്നിയ അതുപോലെ തന്നെ ക്ലഡോണിയ. അപ്പൊ ഈ ലൈക്കൺ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റീപ്രൊഡക്ഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ഓക്കെ കീർത്തന ഓൾ ഓഫ് ദം കറക്റ്റ് ആണ്. കീർത്തന ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ക്രസ്റ്റോസ്, ഫോളിയോസ് ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് ലൈക്കൺ പഠിക്കുമ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്കൻസ്, അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ലൈക്കൻസിന്റെ എക്സാമ്പിൾസ്, ദെൻ ഫൈനലി നമ്മുടെ എന്താ പറയുന്നത് ആ ഒരു റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നോക്കാമെങ്കിൽ ലൈക്കൻസിൽ നിന്ന് അതിൽ കൂടുതലായിട്ടൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടില്ല. മോസ്റ്റ് ഓഫ് തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഈ വക ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ എക്സാമ്പിൾസ് നോക്കിക്കോളാം. ദെൻ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള സൊറിഡിയ, ഇസിഡിയ പോലെയുള്ളവ വെച്ചിട്ടല്ലേ, സ്പോറുകൾ വെച്ചിട്ടാണ്. സൊറിഡിയ എന്ന് പറയുന്നത് ആൽഗൽ സെൽസിൽ പ്ലസ് ഫംഗൽ ഹൈഫയാണ്. അതേപോലെ തന്നെ ഇസിഡിയ എന്ന് പറയുന്നത് ആ ഒരു താലസിലെ സ്മോൾ ഗ്രോത്ത് ആണ്. അപ്പൊ ഇതും ചോദിച്ചിട്ടുണ്ട്. ആൽഗി, അസെക്ഷൻ, ഇതൊക്കെ നമ്മൾ ഇപ്പം ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കാറില്ല. ഇതൊക്കെ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ആൽഗി തരും, ആൽഗിയെ കുറിച്ച് ഒരു 5 സ്റ്റേറ്റ്മെന്റോ 4 സ്റ്റേറ്റ്മെന്റോ തരും, എന്നിട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആ രീതിയിലേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ആൽഗിയുടെ അല്ലെങ്കിൽ ലൈക്കന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നൊന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ചോദിക്കും, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗൽ പാർട്ട്ണർ ആയിരിക്കും എപ്പോഴും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ളത്. പിന്നെ നമുക്കറിയാം ഇത് ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എയർ പൊല്യൂഷൻ അല്ലെ, സൾഫർ ഡയോക്സൈഡ് ധാരാളമുള്ള എയർ പൊല്യൂട്ടന്റ് ഉള്ള ഏരിയസിൽ ഇത് വളരില്ല. സോ ഇതിനെ നമ്മൾ എയർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ സോയിൽ ഫോർമേഷൻ അല്ലെ, നമ്മൾ സക്സഷൻ ഒക്കെ പഠിക്കുമ്പോൾ പൊയ്നീർ കമ്മ്യൂണിറ്റി ആയിട്ട് ഇവയെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡൈസ് യൂസ് ചെയ്യാറുണ്ട്. ലിറ്റ്മസ് ഡൈസ് റോസെല്ലയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ നോക്കിക്കൊള്ളട്ടെ. എക്കണോമിക് ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിറ്റ്മസ് ഡൈസ് നമ്മൾ റോസെല്ല ലൈക്കൻസിൽ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെർഫ്യൂംസ് ആണെങ്കിൽ ഇവേർണിയ, റെമെലിന ഒക്കെയാണ്. മെഡിസിനൽ യൂസ് ആണ്. അസ്നിക് ആസിഡ് അസ്നിയയിൽ നിന്നും ആന്റിബയോട്ടിക് ആണത്. പിന്നെ ഫുഡ് ക്ലഡോണിയ അല്ലെ, ഇത് തന്റെ തിരിഞ്ഞു പോകരുത്, റെയിൻഡിയർ മോസ് എന്നറിയപ്പെടുന്നത് അതെന്ന് പറയുന്നത് റെയിൻഡിയേഴ്സിന്റെ ഫുഡാണ്. അപ്പൊ റെയിൻഡിയർ മോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്താണ്, നമ്മുടെ ലൈക്കൺ ആണ്. ക്ലഡോണിയ എന്ന് പറയുന്ന ലൈക്കണിനെയാണ് റെയിൻഡിയർ മോസ് എന്ന് വിളിക്കുന്നത്. ചോദിക്കാം, അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്.
അപ്പം ഈ കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ ഡ്യുവൽ ഹൈപ്പോതിസിസ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. ഡ്യുവൽ ഹൈപ്പോതിസിസ് എന്ന് പറയുന്നത് സൈമൺ പ്രപ്പോസ് ചെയ്തതാണ്. അതെന്താണ്? ലൈക്കൺ എന്ന് പറയുന്ന ഒരു സിംബയോട്ടിക് അസോസിയേഷൻ, രണ്ടുപേര്, ഡ്യുവൽ മീൻസ് രണ്ട്, ആൽഗയും ഫംഗസും കൂടി ചേർന്നിട്ടുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതാണ് ഡ്യുവൽ ഹൈപ്പോതിസിസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചോദിച്ചിട്ടുള്ളതാണ്, റെയിൻഡിയർ മോസ് എന്ന് പറയുന്നത് ഒരു മോസ് അല്ല, പകരം ക്ലഡോണിയ എന്ന് പറയുന്ന ഫ്രുട്ടിക്കോസ് ലൈക്കൺ ആണ് ഏതെന്ന് പറയുന്നത്, റെയിൻഡിയർ മോസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ മോസ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും, പക്ഷെ മോസ് അല്ല, അത് ലൈക്കൺ ആണ്. ലൈക്കണിൽ തന്നെ ഫ്രുട്ടിക്കോസ് ലൈക്കൺ ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ലൈക്നോമെട്രി ഉണ്ട്. നമ്മൾ റോക്കുകളുടെ എന്താണ് ഏജിങ് ചെക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ആ ഒരു മെത്തേഡിനെയാണ് ലൈക്നോമെട്രി എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ സൾഫർ ഡയോക്സൈഡ് അല്ലെ, പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടും പോയിനിയർ സ്പീഷീസ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓൾ ഓഫ് ദിസ് ആണ്. അപ്പൊ ലൈക്കൺ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലൈക്കണിന്റെ ടൈപ്പുകൾ ഏതാണ്, അവയുടെ എക്സാമ്പിൾസ് ഏതാണെന്ന് മസ്റ്റ് ആയിട്ട് നോക്കുക. പിന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്കൺസുകൾ കൃത്യമായിട്ട് നോക്കുക. പിന്നെ നോക്കേണ്ട കാര്യം എന്തായിരുന്നു? ഈ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോത്തിസിസും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളും നോക്കുക. സോ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലൈഫ് സൈക്കിൾ സ്റ്റേജസ് ഇൻ വീറ്റ് റസ്റ്റ് ഫംഗസ് പക്സീനിയ. പക്സീനിയയുടെ ലൈഫ് സൈക്കിളിലെ പല സ്റ്റേജുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്പോറുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ഓർഡർ കണ്ടുപിടിക്കാനാണ് പറയേണ്ടത്. ഇപ്പൊ വീറ്റ് റസ്റ്റ് ഫംഗസ് എന്നറിയപ്പെടുന്നത് പക്സീനിയാണ് അല്ലെ, ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അനുപമ ഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീറ്റ് റസ്റ്റ് ഫംഗസ് എന്ന് പറയുന്നത് പക്സീനിയാണ്. ഈ ഫംഗസിന് എന്താ പ്രത്യേകത? അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 ഹോസ്റ്റ് പ്ലാന്റുകൾ സഹായിക്കുന്നുണ്ട്. ഒന്ന് വീറ്റ് പ്ലാന്റും അതുപോലെ തന്നെ ബാർബറി പ്ലാന്റുകളും ഉണ്ട് അല്ലെ. ഇപ്പൊ രണ്ടിനകത്തൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ വീറ്റ് റസ്റ്റ് ഫംഗസ് ഫസ്റ്റ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യുറിഡിനോസ്പോസ് ആണ്. വീറ്റിൽ കാണപ്പെടുന്ന റെഡ് നിറത്തിലുള്ള സ്പോസ് ആണ് യുറിഡിനോസ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ യുറിഡിനോസ്പോസ് ആയിരിക്കും ഫസ്റ്റ് ഇത് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവ ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാൻ കഴിവുള്ള സ്പോസുകളാണ്. അതിനുശേഷം വീറ്റ് സീസണിന്റെ ഒരു അവസാനം എൻഡിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ ഒരു സ്പോസ് എന്തായിരിക്കും, ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറുന്ന അല്ലെ ബ്ലാക്ക് കളറിലുള്ള കുറച്ചുകൂടെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പോസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ടിലിയോസ്പോസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് യുറിഡിനോസ്പോസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ഓക്കെ എ പറഞ്ഞിട്ടുണ്ട് കീർത്തന. ദെൻ ഇപ്പൊ ടിലിയോസ്പോസ് എന്ന് പറയുമ്പോൾ വീറ്റ് സീസണിന്റെ ഒരു അവസാനം ആവുമ്പോൾ ഒരു ബ്ലാക്കിഷ് കളറിലുള്ള ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പോസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ബസീഡിയോസ്പോസ് ആണ് ഉള്ളത്. ഇത് എന്താണ്, മണ്ണിലേക്ക് എന്താണ് ഇവ എന്താണ് മണ്ണിലേക്ക് അവിടെ ഡിസ്പേഴ്സ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അത് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള ബാർബറി പ്ലാന്റ്സിലെയാണ് ബാധിക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് ഈ പക്സിനിഡിയോസ്പോർ ബാർബറിയുടെ ഇലകളുടെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ എക്കിയോസ്പോസ് എന്ന് പറയുന്നത് ബാർബറിയുടെ ഇലയുടെ അടിഭാഗത്തായിട്ട് ഏകദേശം ഒരു കപ്പ് രൂപത്തിൽ കാണും. ദെൻ ഇത് എഗെയിൻ എന്ത് ചെയ്യും, വീറ്റ് പ്ലാന്റിനെ പോയിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. കീർത്തന കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യുറിഡിനോസ്പോർ, ടിലിയോസ്പോസ്, ബെസിഡിയോസ്പോസ്, വക്സിൻഡിയോസ്പോസ് ആൻഡ് എക്കിയോസ്പോസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അപ്പം അതാണ് ഫസ്റ്റ് നോക്കുന്നത്, ഇൻഫെക്റ്റ് വീറ്റ് ആണ്. അതുപോലെ തന്നെ റിപ്പീറ്റിംഗ് ഇൻഫെക്ഷൻസ്, വീട്ടിൽ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന യുറിഡിനോസ്പോസ് ആണ്. വീറ്റിന്റെ എൻഡ് സീസൺസിലാണ് ടിലിയോസ്പോർ ഫോം ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ബൈ ജെർമിനേറ്റിംഗ് ടിലിയോസ്പോസ് അല്ലെ, ടിലിയോസ്പോസിൽ നിന്നും ജെർമിനേറ്റ് ചെയ്ത് അടുത്ത ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ബസിഡിയോസ്പോർ എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ഹോസ്റ്റ് ആയിട്ടുള്ള ബാർബറി പ്ലാന്റിനെയാണ് മെയിൻ ആയിട്ട് ഇൻഫെക്ട് ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് എന്താണ്, ബാർബറിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അടുത്ത ടൈപ്പ് ഓഫ് സ്പോർ എന്ന് പറയുന്നത്. സോ 10 A ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ നോക്കാം. പോളിപ്ലോയിഡ് എൻഡോസ്പെർമ്സ് ക്യാൻ ബി ട്രേസ്ഡ് ഇൻ വിച്ച് ജിംനോസ്പെർം? ഏതിലാണ് പോളിപ്ലോയിഡ് ആയിട്ടുള്ള ജിംനോസ്പെർമ്സ് കാണാനായിട്ട് സാധിക്കുന്നത്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസേഴ്സ് പറയാവുന്നതേ ഉള്ളൂ. എനിവൺ? ഓൾ ഓഫ് ദിസ്. കീർത്തന ഓൾ ഓഫ് ദിസ് എന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങളോ വല്ലോ ഉണ്ടോ?
കുറച്ച് പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മാക്സിമം എന്റർടൈനിങ് ആയിട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അറിയുമോ അറിയാതിരിക്കുകയോ ചെയ്യുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ആരും അങ്ങനെ ആൻസേഴ്സ് പറയുന്നതേ ഇല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബോറിംഗ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആൻസർ ഞാൻ പറയുന്നു, ഞാൻ പറയുന്ന ഇങ്ങനെ റേഡിയോ പോലെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. അതല്ല വേണ്ടത്, നമുക്ക് ഇന്ററാക്ഷൻസ് ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം അറിയാവുന്നതാണെങ്കിലും അറിയത്തില്ലെങ്കിലും ഗസ് ചെയ്യാം. അപ്പൊ നമ്മൾ എക്സാംസിനൊക്കെ ചെന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ പോളിപ്ലോയിഡ് എൻഡോസ്പേംസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ട് ഉള്ളത്. നോക്കട്ടെ, ആൻസേഴ്സ് ഒക്കെ വളരെ കുറവാണ് വരുന്നത്. അനുപമ എ പറയുന്നുണ്ട്. അപ്പൊ സാധാരണയായിട്ട് ജിംനോസ്പേംസിൽ എൻഡോസ്പേം ഉണ്ടാകുന്നത് ഫെർട്ടിലൈസേഷൻസിന് മുമ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ഉണ്ടാകുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻസ് ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഇവര് 3 പേരിൽ കേട്ടോ. നീറ്റ് മീൻസ് റൈറ്റ് തന്നെയാണ്, പക്ഷെ നീറ്റം റൈറ്റ് ആണ്. പക്ഷെ നീറ്റത്തിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെൽവിഷ്യയിലും അതേപോലെ തന്നെ എഫിഡ്രയിലും ഒക്കെ എന്താണ് നമുക്ക് പോളിപ്ലോയിഡ് എൻഡോസ്പേംസ് ഒക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എൻഡോസ്പേംസ് ജിംനോസ്പേംസിലെ കൂടുതലും ഹാപ്ലോയിഡ് ആയിരിക്കും. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന 3 ആൾക്കാരിൽ എന്താണ് പോളിപ്ലോയിഡ് എൻഡോസ്പേംസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത് കീർത്തനയാണ് കേട്ടോ. സെലക്ട് കറക്റ്റ്ലി മാച്ച്ഡ് പെയർ കണക്റ്റഡ് വിത്ത് റൂട്ട് ട്യൂബേഴ്സ്. നമ്മുടെ മോർഫോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ട്യൂബേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള പെയർ, കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന്റെ ആൻസർ കണ്ടിരുന്നല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ആൻസർ നമുക്ക് നോക്കാം. എന്താണ് ഈ ഫെസിലിറ്റേറ്റഡ് അല്ലെങ്കിൽ ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട് എന്ന് പറയുന്നത്? ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട് എന്ന് പറയുന്നത് വേരുകൾ എല്ലാം കൂടെ ചേർന്ന് ഒരു ക്ലസ്റ്റർ ആയിട്ട് കാണപ്പെടുന്ന ഇതാണ് ഏതെന്ന് പറയുന്നത്, ഈ ഒരു ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ട് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് നമ്മുടെ ഡാലിയ പ്ലാന്റിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പെയർ തന്നിരിക്കുന്നത്, ഈ ഒരു പെയർ എന്ന് പറയുന്നത് തെറ്റാണ്. നമുക്ക് കറക്റ്റ് പെയറാണ് കണ്ടെത്തേണ്ടത് അല്ലേ? കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്ന പെയറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, മോണോലിഫോം അഡ്വന്റീഷ്യസ് റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കറിയാം, ഒരു മാലയില് മുത്ത് കോർത്തിരിക്കുന്നത് പോലെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു മാലയില് മുത്ത് കോർത്തിരിക്കുന്നത് പോലെ ആയിരിക്കും. 1 സെക്കൻഡ്, കുറേ മുന്നിലേക്ക് നമ്മൾ പോയി. ഓക്കെ, ഒരു മാലയിൽ മുത്ത് കോർത്തിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അത് ഇടവിട്ട് റൂട്ടിൽ ഇടവിട്ട് ബൾജിങ് കാണപ്പെടുന്നതാണ് മൊണിലിഫോം റൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മെയിൻ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് കാണപ്പെടുന്നത് ഡാലിയയിലല്ല. ഓൾറെഡി ഇത് തെറ്റാന്ന് നമ്മൾ പറഞ്ഞല്ലോ, കാരണം ഫെസിക്കുലേറ്റഡ് ട്യൂബറസ് റൂട്ടാണ് ഡാലിയയിൽ കാണുന്നത്. ഇത് നമ്മുടെ മൊമോഡിക്കയിലൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊണിലിഫോം അഡ്വന്റീഷ്യസ് റൂട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അനുലേറ്റഡ് സ്റ്റോറേജ് റൂട്ടുകളുണ്ട്. അപ്പൊ ഇവയുടെ വേരുകളിൽ അല്ലെങ്കിൽ ഇവയുടെ റൂട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്നിന്റെ മുകളിൽ ഒന്ന് റിങ് പോലെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇവിടെ വേരുകളിൽ ഒന്നിനു മുകളിൽ ഒരു റിങ് പോലത്തെ സ്ട്രക്ചർ കാണും. അതിന് കറക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ സൈക്കാട്രിയ എന്ന് പറയുന്നത്. ദെൻ നൊഡ്യൂളസ് ആയിട്ടുള്ള സ്റ്റോറേജ് റൂട്ടുകൾ കാണപ്പെടുന്നത് അല്ലെ, വേരിന്റെ അറ്റത്ത് മാത്രം ഒരു ബൾജിങ് കാണും. അത് നമ്മുടെ എവിടെയായിട്ടായിരിക്കും കാണപ്പെടുന്നത്? ടിനോസ്പോറയിൽ അല്ല കാണപ്പെടുന്നത്. ടിനോസ്പോറയിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത് മൊണോലിഫോം റൂട്ടുകളാണ്. സോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരേ ഒരു പെയറേ ഉള്ളൂ, അനുലേറ്റഡ് സ്റ്റോറേജ് റൂട്ട്. ഇത് മാത്രമാണ് കറക്റ്റ് ആയിട്ട് കിടക്കുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫിഷ് ഫ്ലൂറസെന്റ് ഡൈസ് വെയർ ടാഗ്ഡ് ടു പ്രോബ് ഫോർ ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫൈ സച്ച് എ ഡൈ. ഫ്ലൂറസെന്റ് യൂസ് ചെയ്യുന്ന ഡൈ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലൂറസെന്റ് അല്ലെങ്കിൽ ഫിഷിൽ യൂസ് ചെയ്യുന്ന ഡൈ ഏത് അല്ലെ? ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രോമസോമുകളിലെ DNA RNA സീക്വൻസുകളെ തിരിച്ചറിയാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെ DNA RNA പ്രോബിലേക്ക് നമ്മൾ ഫ്ലൂറസെന്റ് ഡൈ അറ്റാച്ച് ചെയ്ത് അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന ഡൈ ഏത് എന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. ഫിഷിൽ യൂസ് ചെയ്യുന്ന ഡൈ, ഫിഷിൽ യൂസ് ചെയ്യുന്ന ആൻസേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. ആരും ആൻസേഴ്സ് പറയുന്നില്ല. നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പഠിച്ചത് വെച്ചിട്ട്
എന്ത് ഒരു ഏകദേശം ഒരു ധാരണ കാണുമല്ലോ, ഏതെങ്കിലും ഒക്കെ എലിമിനേറ്റ് ചെയ്യുവോ ഒക്കെ ചെയ്യാമല്ലോ. പറയാൻ പറ്റുന്നുണ്ടോ ആൻസർ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫിഷിൽ യൂസ് ചെയ്യുന്ന ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കില്ല. ഡയറക്റ്റ് എന്താണ് ഫിഷ് എന്നോ അല്ലെങ്കിൽ ഫിഷ് ക്രോമസോമുകളിൽ DNA RNA സീക്വൻസുകളെ യൂസ് ചെയ്യുന്നതോ എന്നൊന്നും ചോദിക്കില്ല. ആൻസർ പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നുണ്ട്. എത്തീഡിയം ബ്രോമൈഡ് നമ്മൾ ഫിഷിൽ യൂസ് ചെയ്യാറുണ്ടോ? എത്തീഡിയം ബ്രോമൈഡ് നമ്മൾ ഫിഷിലാണോ യൂസ് ചെയ്യുന്നത്? എത്തീഡിയം ബ്രോമൈഡ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഫിഷില് നോർമലി യൂസ് ചെയ്യുന്നത് ഡൈഗോക്സിജൻ എന്ന് പറയുന്ന ഡൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈഡ്ലി നമ്മൾ ഫിഷ് ടെക്നിക്കിൽ അല്ലെ, ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കില് നമ്മൾ യൂസ് ചെയ്യാറുള്ള ഡൈ എന്ന് പറയുന്നത് ഏതാണ്? ഡൈഗോക്സിജനിൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. എത്തീഡിയം ബ്രോമൈഡ് അല്ല കേട്ടോ. നമ്മുടെ വിഷ്വലൈസേഷൻസ്, DNA വിഷ്വലൈസേഷൻസിനും മറ്റുമാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫിഷുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എ ആണ് റൈറ്റ് എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ എത്തനോബോട്ടണിയിൽ നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Cani tribes give valuable information about medicinal plants and their ethnic use. Which among the following plants are the examples which support this statement? അപ്പൊ എപ്പോഴും ഈ കനി ട്രൈബുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകള് എത്തനോബോട്ടണിയിൽ നിന്നും ചോദിക്കാറുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കനി ട്രൈബ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, വളരെയധികം എന്താ പറയേണ്ടത്, മെഡിസിനൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റുകളും ഒക്കെ അവര് പറയാറുണ്ട്. അപ്പം അവര് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, കുറെ മെഡിസിനൽ യൂസ് ഓഫ് പ്ലാന്റ്സുകളെ പറ്റി പറയാറുണ്ട്. അപ്പം ഇത് പറയുന്നതിൽ എല്ലാ പ്ലാന്റും മെഡിസിനലി ഇമ്പോർട്ടന്റ് ആണോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും അല്ലാത്ത പ്ലാന്റുകളാണോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലും? ആൻസേഴ്സ് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓക്കെ ഓൾ ഓഫ് ദം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് കാണാം. 2 and 3, 1 and 3, 1 and 2, 1, 2, 3. അതായത് ഓൾ ഓഫ് ദം ആണ് ഈ ഒരു 1, 2, 3 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടുപേര് 2 ആൻസേഴ്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ എന്താണ്, നമ്മുടെ സെറോപീജിയ സ്പൈറാലിസിസ് ആണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചെസാലിയ അല്ലെ, ചെസാലിയ കർവിഫ്ലോറ. ഇത്രയാണ് നമ്മുടെ പ്ലാന്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് ഏതാണ് നമ്മുടെ എത്തനോബോട്ടണി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്ലാന്റ്സിനും മെഡിസിനൽ ഇമ്പോർട്ടന്റ് ഉണ്ടോ, അല്ലെങ്കിൽ വളരെ കുറച്ച് പ്ലാന്റ്, ഇങ്ങനെ പറയുന്ന മിക്കതിലും തരുന്ന പ്ലാന്റുകൾ എല്ലാം എന്തായിരിക്കും, ഏകദേശം മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റുകളായിരിക്കും കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, തരുന്നത്. അപ്പൊ ഈ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കനി ട്രൈബുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു വാക്ക് മനസ്സിലാക്കണം. കനി ട്രൈബ്സ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അഗസ്ത്യ മലനിരകളിൽ, നമ്മുടെ അഗസ്ത്യ കൂടെ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അഗസ്ത്യാർ മലനിരകളിൽ വസിക്കുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കനി എന്ന് പറയുന്നത്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ഉണ്ട്. ഏതാണെന്ന് അറിയാവോ? കമന്റ് ചെയ്യാവോ? ഈ പറഞ്ഞിട്ടുള്ളതൊന്നും അല്ലാതെ കനി ട്രൈബ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറയും, നമുക്ക് നോക്കാം ആരെങ്കിലും പറയുമോ. സോ നമ്മൾ പറഞ്ഞ ആദ്യത്തെ പ്ലാന്റ് ആയിരുന്നു സെറോപീജിയ സ്പൈറാലിസിസ് എന്ന് പറയുന്നത്. അതിന്റെ ട്യൂബേഴ്സ് നമ്മൾ എന്തിനു യൂസ് ചെയ്യാറുണ്ട്? ഫുഡായിട്ടും അതേപോലെ തന്നെ മെഡിസിൻ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ എന്ന് പറയുന്നത് നമ്മൾ കോഡൊക്കെ വെച്ച് ഓർത്തിരിക്കാറുണ്ടല്ലോ. ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ പനിക്ക് യൂസ് ചെയ്യാറുണ്ട്. പാനിക്കുലേറ്റ പനി കണക്ട് ചെയ്താൽ മതി. പനി, അതുപോലെ തന്നെ ലിവർ ഡിസീസിനും ഒക്കെ നമ്മൾ ആൻഡ്രോഗ്രാഫിസ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെസാലിയ എന്ന് പറയുന്നത് സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചെസാലിയ എന്ന് പറയുന്നത്.
അപ്പം ഇത് ഒന്നും കൂടാതെ സ്ഥിരമായി പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ട്രൈക്കോപ്പസ് അഥവാ ആരോഗ്യ പച്ച എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ജീവനിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ആരും പറഞ്ഞില്ല കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ട്രൈക്കോപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രൈബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ജീവനി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൽ നിന്നാണ്. അപ്പം കേരളത്തിലെ അഗസ്ത്യാർ മല റീജിയണിൽ കാണപ്പെടുന്ന തനി ഗോത്രത്തിൽപ്പെട്ട ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ 3 പ്ലാന്റും. 3 ഈക്വലി മെഡിസിനലി ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ട്യൂബേഴ്സും ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ്രോഗ്രാഫിസ് എന്ന് പറയുന്നത് പനിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചെസാലിയ എന്ന് പറയുന്നത് നമ്മൾ സ്നേക്ക് ബൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റുമിനേറ്റ് എൻഡോസ്പേം. സീനിൽ റുമിനേറ്റ് എൻഡോസ്പേംസ് കാണുന്നത് ഏത് പ്ലാന്റിലാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജിംനോസ്പേംസും അതിന്റെ ക്യാരക്ടേഴ്സും ഒക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഉറപ്പായിട്ടും കിട്ടും. അല്ലാതെ ഒരുപാട് ഡെപ്തിലൊന്നും പോകേണ്ട ക്വസ്റ്റ്യനേ അല്ല. സോ പെട്ടെന്ന് ആൻസർ പറയാൻ ശ്രമിച്ചോ. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈവ് നന്നായിട്ട് പോവുകയുള്ളൂ. സോ കീർത്തന സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ആണ് സി എന്ന് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റുമിനേറ്റ് എൻഡോസ്പേം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം അല്ലെ. റുമിനേറ്റ് എൻഡോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അപ്പൊ സാധാരണ ഈ എൻഡോസ്പേംസിന്റെ ഒക്കെ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് വളരെയധികം നല്ല സ്മൂത്ത് ആയിട്ടുണ്ടായിരിക്കും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനുസമുള്ളതായിരിക്കും. എന്നാൽ ചില പ്ലാന്റ്സിൽ മാത്രം ഇതിന്റെ സീഡ് കോട്ട് ഉള്ളിലേക്ക് വളർന്നിട്ട് എന്തായിരിക്കും? റുമിനേറ്റ് എൻഡോസ്പേം എന്ന് പറയുന്നത് ഒരുമാതിരി വരമ്പുകൾ പോലെ ചുളിവുകളൊക്കെ വന്നതുപോലെ കാണപ്പെടുന്നതാണ് ഈ റുമിനേറ്റ് എൻഡോസ്പേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? അരക്കി ഫാമിലി, കവുങ്ങ് അഥവാ അടയ്ക്ക ഒക്കെ ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? റുമിനേറ്റ് എൻഡോസ്പേംസ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നിങ്ങൾ ഈ അടയ്ക്കയൊക്കെ അല്ലെങ്കിൽ കവുങ്ങ്, പാക്ക് പല സ്ഥലങ്ങളിലും പല പേര് പറയും. അപ്പൊ ഇത് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ എന്താണ് ഉള്ളിലെ എൻഡോസ്പേംസിൽ നമുക്ക് കാണാൻ പറ്റും തവിട്ട് നിറത്തിൽ ഒരു എന്താണ് പറയേണ്ടത് വരകളും ഒക്കെ കുറെ ലൈൻസുകളും ഒക്കെ കണ്ട് ഒരുമാതിരി എന്താണ് ചുളുങ്ങി, അതായത് നമ്മുടെ കൗവിന്റെ ഒരു ഗട്ട്, അതാണ് ആ റുമിനന്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു റുമിനന്റ് പോലെ ചുളിവുകളോടുകൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ അന്നോണ, ആത്തച്ചക്ക, അതേപോലെ തന്നെ ജാതിക്ക, ഇതിലൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് എൻഡോസ്പേം കാണാറുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് അന്നോണയും അല്ലെങ്കിൽ എന്താണ് മിസ്റ്റിക്ക, ജാതിക്കായുടെ ഒന്നും ഓപ്ഷൻ ഇല്ല. ഓപ്ഷനിലുള്ളത് അരയ്ക്ക മാത്രമാണ്, അല്ലെ അരക്കാസി ഫാമിലിയിൽ പെടുന്ന കവുങ്ങ്, പാക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോ അതാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതെന്താണ് ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. അതായത് കോക്കോസ് അല്ലെ, നമ്മുടെ തേങ്ങ എന്ന് പറയുന്നത്, തേങ്ങയിലെ എൻഡോസ്പേംസ് നമുക്ക് അറിയാം അല്ലെ, ലിക്വിഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ തന്നെ നമുക്ക് അതിനകത്ത് റുമിനേറ്റ് ആയിട്ട് കാണാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമ്മുടെ ഗോസിപ്പിയം എന്ന് പറയുന്നത് എന്താണ്? പരുത്തിയാണ്. അപ്പൊ ഇതില് ഒന്നുകിൽ എന്താണ് എൻഡോസ്പേംസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ കാണപ്പെടുകയില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ഹെബനേറിയ എന്ന് പറയുന്നത് ഓർക്കിഡ് വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റുകളാണ്. അപ്പൊ ഇവയിലും എന്താണ് നോൺ എൻഡോസ്പേമിക് ആയിരിക്കും, എൻഡോസ്പേം കാണത്തില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ 3 ഓപ്ഷൻസും വളരെ ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ എയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് എത്താനായിട്ട് പറ്റും. അപ്പൊ കൂടുതൽ ടൈം ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തുകൂടെ നോക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് ആൻസേഴ്സിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് നമ്മൾ ആൻസർ തപ്പാതെ ഏത് വരാൻ സാധ്യതയില്ല സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോഴും അതിങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഏതായിരിക്കും വരാൻ സാധ്യതയില്ലാത്തത്, അതിനെ എലിമിനേറ്റ് ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് നമുക്ക് ആൻസേഴ്സ് കിട്ടാറുണ്ട്. ഇനി നോക്കിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി അനോണേസിയം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫാമിലി പഠിക്കുമ്പോൾ അതിലെ കുറച്ച് പ്ലാന്റുകൾ കൂടെ പഠിച്ചു വെക്കുക. അനോണേസിയ ഫാമിലിയിലെ മെമ്പേഴ്സ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസേഴ്സ് പോരട്ടെ. അനോണേസിയ ഫാമിലി, ഓക്കെ, ഡി ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നു. അനോണേസിയ ഫാമിലിയില് മെമ്പേഴ്സ് എന്നുള്ളത് എ ആൻഡ് ഡി, ബി ആണെന്നാണ് പറയുന്നത്. അപ്പം സി അനോണേസിയ ഫാമിലി അല്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. വേറെ എനിബഡി, വേറെ ആരെങ്കിലും? ഒരാൾ മാത്രം ആൻസേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഷ്ടമല്ലേ. വേറെ ആരെങ്കിലും ഒക്കെ ആൻസേഴ്സ് പറയാൻ ശ്രമിക്കുക.
ഓക്കെ, ആരും ആൻസേഴ്സ് ഒന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ, എ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. പൊളിയാത്തിയ എന്ന് പറയുന്നത് എന്താണ്? ട്രീ സ്പീഷീസ് ആണ്. അതെന്ന് പറയുന്നത് അനോണേസിയ ഫാമിലി തന്നെയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ഗസ് ചെയ്തിട്ടുണ്ട്, എ പറഞ്ഞിട്ടുണ്ട്. ബാക്കി രണ്ടും എന്തല്ല? അനോണേസിയ ഫാമിലി അല്ല. ഒന്ന് മക്നോണേസിയ ഫാമിലിയും അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിസ്റ്റിക്കേസിയ ഫാമിലിയുമാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഈ എന്താണ് ഇതെന്ന് പറയുന്നത്? അരയാല്, ആ ഒരു അരയാൽ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, നമ്മുടെ അശോകം എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു പൊളിയാൽത്തിയ ലോഞ്ചിഫോളിയ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്? അനോണേസിയ ഫാമിലിയിൽ പെട്ടതാണ്. അപ്പൊ അനോണേസിയ അല്ലെങ്കിൽ കസ്റ്റാർഡ് ആപ്പിൾ ഫാമിലി എന്നറിയപ്പെടുന്ന ഫാമിലിയിലെ പ്ലാന്റ് ആണ് ഉള്ളത്. ബാക്കി നമ്മള് നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മക്നോളേസിയ ഫാമിലിയാണ്. അതേപോലെ തന്നെ തേർഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജാതി ഫാമിലിയിൽപ്പെട്ട മിസ്റ്റിക്കേസിയ ഫാമിലിയിൽ പെടുന്നതാണ്. അപ്പോൾ അനോണേസിയയില് പൊളിയാൽത്തിയ ലോങ്കിഫോളിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്? ലിറിയോഡെൻഡ്രോൺ ടുലിപ്പിഫറയാണ്. അതെന്ന് പറയുന്നത് അനോണേസിയ ഫാമിലി അല്ല, മക്നോണേസിയ ടുലിപ് ട്രീ ഫാമിലിയാണ്. സോ അത് മക്നോളേസിയ ഫാമിലിയിലാണ് പെടുന്നത്. പിന്നെ വിറോള എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ജാതി മിസ്റ്റിക്കേസിയ ഫാമിലിയാണ് ഉൾപ്പെടുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരാളാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ തന്നിട്ടുള്ളത്, അനുപമയാണ്. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പിക്കലോറം? എന്താണ് പിക്കലോറം എന്ന് പറഞ്ഞാൽ? സിന്തറ്റിക് ഓക്സിൻ, ഫ്ലവർ ഇനിഷ്യേറ്റർ, സീഡോമൻസി ബ്രേക്കർ, ആന്റി ട്രാൻസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിക്കലോറം എന്ന് പറയുന്നത് സിന്തറ്റിക് ഓക്സിൻ ആണല്ലേ? കറക്റ്റ് ആണ്. മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു ഹോർമോൺ ആണ്. നമ്മുടെ ഓക്സിൻ എന്താണോ ചെയ്യുന്നത് ആ ഓക്സിനെ മിമിക് ചെയ്യുന്ന സെയിം ഓക്സിന്റെ ഫംഗ്ഷൻ ഉള്ള ഹോർമോൺ ആണ്, മാൻമെയ്ഡ് ഹോർമോൺ ആണ് പിക്ലോറം എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടാണ് ഗസ് ചെയ്തിട്ടുള്ളത്. അത് സിന്തറ്റിക് ഓക്സിൻ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോമസോമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹെർലിക്കിൻ ക്രോമോസോംസ് ആർ യൂസ്ഡ് ടു സ്റ്റഡി. എന്താണ് ഹെർലിക്കിൻ ക്രോമോസോംസ്? അതുപോലെ തന്നെ അത് എന്ത് പഠിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഹെർലിക്കിൻ ക്രോമോസോംസ് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ. എന്താണ് ഹെർലിക്കിൻ ക്രോമോസോംസ് എന്ന് പറയുമ്പോൾ ബ്രോമോഡെക്സോ അല്ലെ ബ്രോമോഡെക്സി യൂറിഡിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉപയോഗിച്ചിട്ട് റെപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? സിസ്റ്റർ ക്രോമാറ്റിഡ്സിൽ നമ്മൾ ഒന്ന് ലൈറ്റ് ആയിട്ടും മറ്റൊന്ന് ഡാർക്ക് ബാൻഡ് ആയിട്ടും ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഹെർലിക്കിൻ ക്രോമോസോംസ് എന്ന് പറയുന്നത്. ഒരു കെമിക്കലായിട്ടുള്ള ബ്രോമോ ഡിയോക്സി യൂറിഡിൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മള് ബ്രോമോഡിയോക്സി യൂറിഡിൻ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റെപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് സിസ്റ്റർ ക്രോമാറ്റിഡിൽ ഒരെണ്ണം ലൈറ്റ് കളറിലും ഒരെണ്ണം ഡാർക്ക് കളറിലും ഇരിക്കും. അതാണ് ഹെർലിക്കിൻ ക്രോമോസോംസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മെയിൻ ആയിട്ടും എന്തൊക്കെ പഠിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനും അതേപോലെ തന്നെ ക്രോസിംഗ് ഓവറും രണ്ടും പഠിക്കാൻ. ബോത്ത് 1 and 2 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഹെർലിക്കിൻ ക്രോമോസോംസ് എന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഹെർലിക്കിൻ ക്രോമോസോംസുകൾ നമ്മൾ മേക്ക് ചെയ്തെടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന കെമിക്കലിന്റെ പേരും ചോദിക്കാം. അതൊന്ന് ഓർത്തോളുക. കെമിക്കലാണ് ഇത് നമുക്കിവിടെ കിടപ്പുണ്ട്. നമ്മുടെ കെമിക്കല് ഫൈബ്രോമോ ഡിയോക്സി യൂറിഡിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ DNA റെപ്ലിക്കേഷൻ, DNAയുടെ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷനും അതേപോലെ തന്നെ ക്രോസിംഗ് ഓവർ പഠിക്കാനായിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ ആസ് യൂഷ്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റുഡന്റ് ടി ടെസ്റ്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ. ഇദ്ദേഹത്തിന്റെ പെൻ നെയിം ആയിരുന്നു അല്ലെ. അദ്ദേഹം പബ്ലിഷ് ചെയ്തത് സ്റ്റുഡന്റ് എന്നുള്ള നെയിം വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റുഡന്റ് ടി ടെസ്റ്റ് എന്ന് വന്നത്. സോ അത് ആക്ച്വൽ ഒറിജിനൽ സയന്റിസ്റ്റ് ആരാണ്? അദ്ദേഹം പബ്ലിഷ് ചെയ്ത പേര് സ്റ്റുഡന്റ് എന്നായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റുഡന്റ് ടി ടെസ്റ്റ് എന്നുള്ള ആ ഒരു പേര് അതിന് വന്നത്. കോൾ പിയേഴ്സൺ എന്ന് പറയുന്നുണ്ട്. കോൾ പിയേഴ്സൺ എന്ന കുട്ടി പറയുന്നുണ്ട്. കറക്റ്റ് ആണോ നോക്കാം. കോൾ പിയേഴ്സൺ ആണോ?
അതോ വേറെ ആരെങ്കിലും ആണോ? ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ആൻസേഴ്സ് വരുന്നുണ്ടോ നോക്കാം നമുക്ക്. പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ആൻസേഴ്സ് പറയാട്ടോ. നമ്മൾ ഏകദേശം ഒരു പകുതിയോളം എത്തി. 20 ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇനി 20 ക്വസ്റ്റ്യൻസ് കൂടി ഉള്ളൂ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏകദേശം ഒരു കവർ ചെയ്ത് ഏകദേശം എന്താണ് മോളിക്കുലാർ ബയോളജി, അതുപോലെ തന്നെ ഫാമിലീസ്, ടാക്സോണമീസ് ഒക്കെ കവർ ചെയ്ത് പല പല പോർഷൻസുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം ബയോസ്റ്റാറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബയോസ്റ്റാറ്റിൽ നിന്ന് ഷുവർ ആയിട്ട് ബയോസ്റ്റാറ്റ്, ബയോ ഇൻഫോർമാറ്റിക്സ് ഒക്കെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അതിൽ 2-3 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ബയോ ഇൻഫോർമാറ്റിക്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ബയോസ്റ്റാറ്റിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ആൻസേഴ്സിലേക്ക് നോക്കാം. ആൻസർ ഒരാളാണ് പറഞ്ഞത്, കോൾ പിയേഴ്സൺ എന്നാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം സ്റ്റുഡന്റ് ടി ടെസ്റ്റ് ശരിക്കും എന്തിനുള്ളതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ടി ടെസ്റ്റ് അല്ലെ, ടി ടെസ്റ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ പെണ്ണെയും സ്വീകരിച്ചത് എന്താണ് പറയേണ്ടത്, സ്റ്റുഡന്റ് എന്നായിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സ്റ്റുഡന്റ് ടി ടെസ്റ്റ് എന്ന് ഉള്ള ആ ഒരു ഇത് വന്നത്. അപ്പൊ ഈ സ്റ്റുഡന്റ് ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ഗ്രൂപ്പുകളുടെ മീൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റുഡന്റ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. 2 ഗ്രൂപ്പുകൾ അതിന്റെ മീനുകൾ കമ്പയർ ചെയ്യാനാണ് സ്റ്റുഡന്റ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റുഡന്റ് ടി ടെസ്റ്റ് കണ്ടുപിടിച്ചത് നമ്മുടെ കോൾ പിയേഴ്സൺ അല്ല. കോൾ പിയേഴ്സൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടെത്തിയത് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് കേട്ടോ. മറന്നുപോയത് കൈ സ്ക്വയർ ആണ്. പിയേഴ്സിന് കൈ ഉണ്ട്. നമ്മൾ സോപ്പല്ലേ പിയേഴ്സ്, പിയേഴ്സ് നമ്മൾ എന്തുകൊണ്ടാണ് കൈ കൊണ്ടല്ലേ കുളിക്കാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് തിരിഞ്ഞു പോകരുത്, പിയേഴ്സിന് കൈയുണ്ട്. പിയേഴ്സ് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് കണ്ടെത്തിയത് കേട്ടോ. ഇനി എന്നെക്കുട്ടി അത് ഒരിക്കലും തെറ്റിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിയേഴ്സൺ കണ്ടെത്തിയത് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് കണ്ടെത്തിയത്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ഓപ്ഷൻ ആരായിരുന്നു? അപ്പം ഒരു ഓപ്ഷൻ പോയി കിട്ടിയല്ലോ അല്ലെ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈമൺ അല്ലെ. സൈമൺ ലാപ്ലേസ് കണ്ടെത്തിയത് നമ്മുടെ പ്രൊബബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഉള്ളത്. പിന്നെ നമ്മുടെ പോയിസൺ അറിയാലോ, പോയിസൺ ആ പേരിൽ തന്നെ ഉണ്ട്. പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തിയതാണ് പോയിസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. പിന്നുള്ള ഒരേ ഒരു ഓപ്ഷനാണ് ഗോസെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗോസെറ്റ് ആണ് നമ്മുടെ സ്റ്റുഡന്റ് ടി ടെസ്റ്റ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു, പുള്ളിയുടെ പേര് കൊടുക്കാതെ സ്റ്റുഡന്റ് എന്നുള്ള തൂലികാനാമത്തിൽ അത് പബ്ലിഷ് ചെയ്യുക ചെയ്തത്. സോ ഇതിൽ ഇവർ 2 പേരും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗോസെറ്റും അതുപോലെ തന്നെ കോൾ പിയേഴ്സൺ ആണെങ്കിൽ കണ്ടെത്തിയത് കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് കണ്ടെത്തിയത്. അപ്പൊ ആ കൈ സ്ക്വയർ ടെസ്റ്റ് മറന്നു പോവാതെ ഇരിക്കുക. അപ്പൊ അവരെ 2 പേരെയും ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ, കൈ സ്ക്വയർ ടെസ്റ്റ്. അപ്പൊ സി അല്ല, കോൾ പിയേഴ്സൺ കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്, ഗോസെറ്റ് ആണ് സ്റ്റുഡന്റ് ടി ടെസ്റ്റ്. ഇനി മറക്കരുത്. സോ കറക്റ്റ് ആൻസർ 19A ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതായിട്ട് നമുക്ക്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ? 20ാമത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാൻ പറ്റുമോ നോക്കി. നിങ്ങൾ ആൻസേഴ്സ് ഇപ്പൊ പറയുന്നില്ല, തെറ്റിപ്പോകുന്നതിനുള്ള ഗുണം പറയട്ടെ. ഇപ്പൊ ഇവിടെ വെച്ചൊരു ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഇപ്പൊ തന്നെ നമ്മുടെ അന്നക്കുട്ടി ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചു. ആ ക്വസ്റ്റ്യന് ഇനി ഒരിക്കലും അന്നക്കുട്ടി എന്ത് ചെയ്യാൻ പോകുന്നില്ല, മറക്കത്തേയില്ല. ഇനി എവിടെ വെച്ച് ചോദിച്ചു കഴിഞ്ഞാലും സ്റ്റുഡന്റ് ടി ടെസ്റ്റ് എന്താണ് ഫോർമുലേറ്റ് ചെയ്തത് ഗോസെറ്റ് ആണെന്നുള്ള കാര്യം ഒരിക്കൽ പോലും മറക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എപ്പോഴെങ്കിലും എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ തെറ്റിപ്പോവല്ലോ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ അത് ഒരിക്കലും വീണ്ടും തെറ്റില്ല. ഒരിടത്ത് വെച്ച് തെറ്റി കഴിഞ്ഞ കാര്യം ഒരാൾ തിരുത്തി തന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളത് എന്നും ഓർക്കും. അയ്യോ അത് തെറ്റിപ്പോയല്ലോ എന്നുള്ള ഇത് വെച്ചിട്ട് നമ്മളത് എന്നും ഓർക്കും. അപ്പൊ തെറ്റിയുന്നെങ്കിൽ തെറ്റിക്കോട്ടെ, ആൻസേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ അല്ലെ. നമുക്കൊരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. കൂടുതലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആരെയും ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് വൈസ്. സോ വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അല്ലെ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ എന്താണ് ചെരങ്കോവ് റേഡിയേഷൻസ്. നമ്മുടെ ചെരങ്കോവ് റേഡിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓൾ ഡി എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. 2 പേരും ഒരേപോലെ ആൻസർ പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. അപ്പൊ നമുക്ക് ഈ ചെരൻകോവ് റേഡിയേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഒരു മീഡിയത്തിലൂടെ ലൈറ്റിന്റെ വേഗതയേക്കാൾ
ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നു, ആ ഒരു വേഗതയേക്കാൾ എന്ത് ചെയ്യുന്നു, ഹൈ എനർജി പാർട്ടിക്കിൾസ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു റേഡിയേഷൻ ആണ് ചെറൻകോവ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം എന്ന് വെച്ച് കഴിയുമ്പോൾ വാക്വത്തില് അല്ലെങ്കിൽ ശൂന്യത, വാക്വത്തില് നമ്മുടെ പ്രകാശം എന്ന് പറയുന്നത് ഏകദേശം എന്തായിരിക്കും, ഒരു സെക്കൻഡ്സിൽ 3 ലക്ഷത്തോളം കിലോമീറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ സഞ്ചരിക്കും. എന്നാൽ ഒരു ഡൈഇലക്ട്രിക്കൽ മാധ്യമം, ഇപ്പം രണ്ട് മാധ്യമം എടുക്കുക, വാട്ടറും എടുക്കുക, അതേപോലെ തന്നെ ഗ്ലാസ് എടുക്കുക. അപ്പം ഈ ഒരു മാധ്യമത്തിലൂടെ, രണ്ട് മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ വേഗത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു മാധ്യമം, ഒരു മീഡിയത്തിലൂടെ ലൈറ്റിന് ആ മാധ്യമത്തിലുള്ള വേഗതയേക്കാൾ കൂടുതൽ വേഗത്തില് ഇലക്ട്രോൺസ് പോലെയുള്ള നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ് ചെറൻകോവ് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറൻകോവ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സൗണ്ടിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ജെറ്റ് പ്ലെയിനുകൾ പോവാന്ന് വെച്ചോ. ഇപ്പൊ എന്താ പറയേണ്ടത്, സൗണ്ടിനേക്കാൾ, അതായത് ഒരു വിമാനത്തിന്റെ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സോണിക് ബൂം എന്ന് പറയുന്നത്. ഒരു വിമാനമോ അല്ലെങ്കിൽ ഒരു പ്ലെയിനോ അല്ലെങ്കിൽ എന്താ ഒരു ജെറ്റ് പ്ലെയിനോ ഇവ എന്ത് ചെയ്യുന്നത്, ആ ഒരു വിമാനം ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കും. ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വേഗതയുണ്ട്, അതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ആ ഒരു ഫ്ലൈറ്റ് എന്ത് ചെയ്യുകയാണ്, സഞ്ചരിക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ ഉണ്ടാകുന്ന ആ ഒരു തരംഗമാണ് സോണിക് ബൂം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മീഡിയം അല്ലെ, അപ്പം ഇറ്റ് ഈസ് കമ്പയറബിൾ ടു സോണിക് ബൂം എന്നുള്ളത് കറക്റ്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ചെറൻകോവ് റേഡിയേഷൻസിൽ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ഈ ലൈറ്റ് അല്ലെ, ലൈറ്റിന്റെ ആ ഒരു മീഡിയത്തിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ ഉണ്ടാവുന്നതാണ് എന്ന് പറയുന്നത് ചെറൻകോവ് റേഡിയേഷൻ. അപ്പൊ അത് സോണിയാക് ബൂമുമായിട്ട് റിലേറ്റഡ് ആണ്. സോണിയാക് ബൂമിൽ എന്താ സഞ്ചരിക്കുന്നത്, സൗണ്ട് പോകുന്നതിനേക്കാൾ സ്പീഡിൽ ജെറ്റ് പ്ലെയിൻ പോവാന്ന് വെച്ചു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ക്രാഷ് ശബ്ദം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സോണിയാക് ബൂം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ചെറൻകോവ് റേഡിയേഷൻസിലും പറയുന്നത്, ഒരു പ്രകാശത്തിന്റെ മാധ്യമത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ചെറൻകോവ് റേഡിയേഷൻസ് റെഡ് കളർ അല്ല എമിറ്റ് ചെയ്യുന്നത്, ബ്ലൂ കളർ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. നോട്ട് റെഡ് കളറ്, ബ്ലൂ കളറാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ തെറാപ്യൂട്ടിക്സിലൊന്നും അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ഇത് കണ്ടുപിടിച്ചത് നമ്മുടെ എന്താണ്, പവൽ ചെറൻകോവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടുകയും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്, എല്ലാം കറക്റ്റ് അല്ല. റെഡിഷ് ലൈറ്റ് ഒരിക്കലും അത് എമിറ്റ് ചെയ്യുന്നില്ല, ബ്ലൂ ലൈറ്റ് ആട്ടോ. അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ഓൾ ഓഫ് ദ എബോവ് എന്നുള്ളത് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പം ഫസ്റ്റ് 20A എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വേഗത്തെ ആൻസർ പറഞ്ഞു, വളരെ സിമ്പിൾ ആയിട്ടുള്ള. എന്താ കീർത്തനയ്ക്ക് ഡൗട്ട് ഉണ്ടോ? കീർത്തന ഓക്കെ പറഞ്ഞോ. നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസർ ആണ്. ഇതിന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമാണ് എന്ന് പറഞ്ഞ് ഇനി പേടിച്ച് പറയാതിരിക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. കീർത്തന വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മള് എന്താ വളരെ ഡിഗ്രി ലെവൽ പോലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ദ റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ടു സ്റ്റഡി ദ റേറ്റ് ഓഫ് സെൽ ഡിവിഷൻ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോസ്ഫറസ് 32 ആണ്. ഇറ്റ് ഈസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു DNA ആൻഡ് RNA അല്ലെ. DNA-യും RNA-യിലും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇതിന്റെ പ്രസൻസ് ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെൽസിന്റെ ഡിവിഷനും റെപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കാം. DNA-യിലും RNA-യിലും ബോത്ത് രണ്ടിലും ഒരേപോലെ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫോസ്ഫറസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ട്രാക്ക് ചെയ്തുകൊണ്ട്, അതിന് സെല്ലിൽ അതിന്റെ പ്രസൻസ് ട്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സൾഫർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് പഠിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് സൾഫർ. സെല്ലുമായി ബന്ധപ്പെട്ട് സെൽ ഡിവിഷനും റെപ്ലിക്കേഷനും ഒക്കെ പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസ്ഫറസ് 32 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സ്റ്റീൽ ആണ് അല്ലെ. നമ്മൾ എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോലെ തന്നെ ടെറഡോഫൈറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ എക്കണോമിക് ഇമ്പോർട്ടൻസും പിന്നെ ഈ സ്റ്റീല റെവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗവും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൻസർ പറയാൻ പറ്റുമോ, ശ്രമിച്ചേ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ റൈസ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് പോവാം. അതാണല്ലോ ലൈവ് ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ഏതെങ്കിലും ടോപ്പിക്സുകൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് പറയുന്നതായിരിക്കും. അത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം പകുതിയിൽ
പകുതിയോടടുത്തു, 22 ക്വസ്റ്റ്യൻസ് ആയി. ഇതിന് ആൻസേഴ്സ് പറയാൻ പറ്റുന്നോ നോക്കാം. ക്ലാഡോ, സൈഫോണിക്, സൈഫ്നോസ്റ്റീൽ. ആൻസേഴ്സ് വരുന്നുണ്ടോ? ഡി ടെറിഡിയം. ഇതിന് ആൻസർ ആണോ? ഓക്കെ, ടെറിഡിയം എന്ന് പറയുന്നു. നിങ്ങൾ എ എന്ന് പറയുന്നു, അനുപമ എ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാഡോ, സൈഫോണിക്, സൈഫ്നോസ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് ഗ്യാപ്പുകൾ കാണാത്ത ടൈപ്പ് ഓഫ് സൈഫ്നോസ്റ്റീൽ ആണ് അല്ലെ, ക്ലാഡോ, സൈഫോണിക്, സൈഫ്നോസ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലീഫ് ഗ്യാപ്പ് കാണുന്നില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കേ, വലിയ സസ്യങ്ങളിൽ അല്ലെങ്കിൽ വലിയ പ്ലാന്റുകളിലാണോ കാണുന്നത്? അല്ല, ചെറിയ ഇലകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിലായിരിക്കും, ചെറിയ ഇലകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോണുകളിലായിരിക്കും ഇത് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ സെലാജിനലയെ സംബന്ധിച്ച് എന്താണ്, അതിൽ നമുക്ക് മാക്രോഫിലസും മൈക്രോഫിലസും ആയിട്ടുള്ള ചെറിയ അല്ലെ, സെലാജിനല എന്ന് പറയുമ്പോൾ നമ്മുടെ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ മാക്രോഫിലസ് ആയിട്ടുള്ള ലീഫുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൈക്രോഫിലസ് ലീഫുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ സെലാജിനൽ നമ്മൾ എന്തിലാണ് പഠിച്ചിട്ടുള്ളത്? മൈക്രോഫിലസ് ആയിട്ടുള്ള ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് സെലാജിനല എന്ന് പറയുന്നത്. അപ്പൊ ഈ സെലാജിനലയിലാണ് കൂടുതലായിട്ടും എന്ത് കാണുന്നത്? ഈ ലീഫ് ഗ്യാപ്പുകൾ കാണപ്പെടാത്ത സൈഫ്നോസ്റ്റീലുകൾ കാണപ്പെടുന്നത്. അങ്ങനെ ലീഫ് ഗ്യാപ്പ് ഇല്ലാത്ത സൈഫ്നോസ്റ്റീലാണ് ക്ലാഡോ, സൈഫോണിക്, സൈഫ്നോസ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ചെറിയ ഇലകളുള്ള സെലാജിനല സ്പീഷീസുകളിലാണ് നമ്മൾ ഇത് കാണപ്പെടുന്നത്, മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മുടെ ഓസ്മുണ്ട അല്ലെ, ഇത് നമ്മുടെ ക്യാമുണ്ട അല്ല കേട്ടോ, നമ്മുടെ ഓസ്മുണ്ടയാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഓസ്മുണ്ട എന്ന് പറയുന്നത് നമ്മള് എക്ടോഫ്ലോയിക് സൈഫ്നോസ്റ്റീൽ ആണ് കാണപ്പെടുന്നത്. മാസീലയില് ആംഫിഫ്ലോയിക് ആണ് നമുക്കിവിടെ പറയാം. സൈഫ്നോസ്റ്റീൽ എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് സ്റ്റീൽ ആണ്. സെൻട്രൽ വാസ്കുലാർ സിലിണ്ടർ ഇൻ പ്ലാന്റ് സ്റ്റെം ആൻഡ് റൂട്ട്, ക്യാരക്ടറൈസ്ഡ് ബൈ സെൻട്രൽ പിത്ത് ആണ്. സെൻട്രൽ പിത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് വാസ്കുലാർ ടിഷ്യൂസുകൾ കാണപ്പെടുന്നു. അപ്പൊ ഈ സൈഫ്നോസ്റ്റീലില് തന്നെ ഒരു ടൈപ്പ് ഓഫ് എന്താണ് സ്റ്റീലാണ് നമ്മുടെ ക്ലാഡോ, സൈഫോണിക്, സൈഫ്നോസ്റ്റീൽ. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ലീഫ് ഗ്യാപ്പ് ആയിരിക്കും. ലീഫ് ഗ്യാപ്പ് ഇല്ലാത്ത സൈഫ്നോസ്റ്റീലിനെയാണ് ക്ലാഡോ, സൈഫോണിക്, സൈഫ്നോസ്റ്റീൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സെലാജിനലയാണ്. ഇനി മാസീലിയയിലാണെങ്കിൽ ആംഫിഫ്ലോയിക് സൈഫ്നോസ്റ്റീൽ ആണ് കാണപ്പെടുന്നത്. അവിടെ നിന്ന് പറയുന്നത് സൈലം ഈസ് സറൗണ്ടഡ് ബൈ ഫ്ലോയം. സൈലം ഈസ് സറൗണ്ടഡ് ബൈ ഫ്ലോയം ആണ് അല്ലെ. സൈലത്തെ ചുറ്റിക്കൊണ്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഫ്ലോയത്തെ കാണാൻ പറ്റും. ദെൻ ടെറിഡിയത്തിൽ നമുക്ക് കാണപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് സ്റ്റീലാണ്? ഫിലോസൈഫോണിക് സൈഫ്നോസ്റ്റീൽ ആണ്. അതെന്ന് പറയുന്നത് ലീഫ് ഗ്യാപ്പ് ഉള്ള ടൈപ്പ് ഓഫ് സൈഫ്നോസ്റ്റീൽ ആണ് ഏതെന്ന് പറയുന്നത് ടെറിഡിയത്തിൽ കാണപ്പെടുന്നത്. തിരിഞ്ഞു പോறது, ടെറിഡിയത്തിൽ ലീഫ് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ലീഫ് ഗ്യാപ്പ് ഉള്ള സൈഫ്നോസ്റ്റീൽ ആണ് ഫിലോസൈഫോണിക് സൈഫ്നോസ്റ്റീൽ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് ലീഫ് ഗ്യാപ്പ് ഇല്ലാത്ത ടൈപ്പാണ് ക്ലാഡോ, സൈഫോണിക്, സൈഫ്നോസ്റ്റീൽ എന്ന് പറയുന്നത്. അത് യൂഷ്വലി ചെറിയ ഇലകളുള്ള ടെറിഡോഫൈറ്റ്സ്, ചെറിയ ഇല എന്ന് പറയുമ്പോൾ മൈക്രോഫിലസ് ആയിട്ടുള്ളത്. മൈക്രോഫിലസിന് പേര് കേട്ട നമ്മുടെ ടെറിഡോഫൈറ്റ്സ് ആണ് സെലാജിനല എന്ന് പറയുന്നത്. സോ അനുപമ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഡി അല്ല കേട്ടോ, ടെറിഡിയത്തിൽ കാണപ്പെടുന്നത് ലീഫ് ഗ്യാപ്പ് ഉണ്ട്. നേരെ ഓപ്പോസിറ്റാ, തിരിഞ്ഞു പോയതായിരിക്കും. രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നില് ലീഫ് ഗ്യാപ്പ് ഉണ്ട്, ഒന്നില് ലീഫ് ഗ്യാപ്പ് ഇല്ല. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് സെലാജിനലയും ടെറിഡിയവും. 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വന്നോട്ടെ. മൈക്രോ ഹെട്രോജെനിസിറ്റി അല്ലെ ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻ ജി ഈസ് ഡിമോൺസ്ട്രേറ്റഡ് ബൈ, എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ് ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസേഴ്സ് അറിയാമോ? നോക്കട്ടെ, ആൻസേഴ്സ് വരുന്നുണ്ടോ? സി ഐസോ ഇലക്ട്രിക് ഫോക്കസിങ് എന്ന കീർത്തന പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. എന്താ ഈ മൈക്രോ ഹെട്രോജെനിസിറ്റി എന്ന് പറയുന്നത്? അതായത് സിമിലർ ആയിട്ടുള്ള അല്ലെ ഒരേപോലെ ഇരിക്കുന്ന ആന്റിബോഡികളിൽ അതിന്റെ ചാർജിലോ അല്ലെങ്കിൽ അവയുടെ സ്ട്രക്ചറിലോ വളരെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൈക്രോ ഹെട്രോജെനിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരേപോലെ ഇരിക്കുകയാണ്, അതിന്റെ ചാർജിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ വളരെ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നതിനെയാണ് മൈക്രോ ഹെട്രോജെനിസിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇവയെ നമുക്ക് അറിയാലേ, ഇവയെ നമുക്ക് അല്ലെങ്കിൽ എന്താണ് ഐസോ ഇലക്ട്രിക് ഫോക്കസിങ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോട്ടീനുകളെ നമുക്ക് അല്ലെങ്കിൽ എന്താണ് ചാർജിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഐസോ ഇലക്ട്രിക് ഫോക്കസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമ്മ്യൂണോഗ്ലോബിൻ
ഇടയിലുള്ള ആ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചാർജിങ് ഡിഫറൻസുകൾ നമുക്ക് ഈ ഒരു ഐസോഇലക്ട്രിക് ഫോക്കസിങ് ഉപയോഗിച്ചുകൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ മൈക്രോ ഹെട്രോജെനിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആന്റിബോഡികളിലെ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബിനുകളിലെ ചാർജിലോ അല്ലെങ്കിൽ അവയുടെ സ്ട്രക്ചറിലോ ഉണ്ടാവുന്ന വ്യത്യാസം. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിൽ ഉണ്ടാവുന്ന ചെറിയ വ്യത്യാസം നമുക്ക് ഐസോഇലക്ട്രിക് ഫോക്കസിങ് യൂസ് ചെയ്തുകൊണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ദ കോഡോൺ UGA ഇൻ മൈറ്റോകോൺട്രിയൽ DNA യിലാണ് കേട്ടോ. മൈറ്റോകോൺട്രിയൽ DNA യില് UGA കോഡോണ് എന്താണ് കോഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ പോന്നോട്ടെ. സി കോഡ് ഫോർ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അതായത് സ്റ്റാൻഡേർഡ് ജനറ്റിക് കോഡോൺ അല്ലെ, സ്റ്റാൻഡേർഡ് ജനറ്റിക് കോഡോൺ, അതായത് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ജനറ്റിക് കോഡോണിൽ UGA, ഈ പറഞ്ഞ UGA, അനുപമയും C പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് നിങ്ങളിപ്പോ വിചാരിക്കുന്നത് സിമ്പിൾ ആണ്, പക്ഷെ ഇത് ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ പണ്ടുതൊട്ടേ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം UGA, UAA, അതുപോലെ തന്നെ UAG. ഇവര് മൂന്ന് പേരും നമ്മുടെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന DNA യിലെ എന്താണ് സ്റ്റോപ്പ് കോഡോണുകളാണ്. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി UGA, UAA, UAG എന്ന് പറയുന്നത് സ്റ്റോപ്പ് കോഡോൺ ആണെന്ന് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ആദ്യം കിടക്കുന്ന ഓപ്ഷനേ സ്റ്റോപ്പ് കോഡോൺ. അപ്പൊ പെട്ടെന്ന് എക്സൈറ്റ്മെന്റിൽ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് കോഡോൺ മാർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് മാർക്ക് ചെയ്യരുത്. ഇവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് മൈറ്റോകോൺട്രിയൽ DNA യിലാണ് അല്ലെ. മൈറ്റോകോൺട്രിയൽ DNA യില് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ്, ട്രിപ്റ്റോഫാനിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ UGA യൂസ് ചെയ്യുന്ന. മൈറ്റോകോൺട്രിയയില് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, സ്റ്റോപ്പ് കോഡോൺ ആയിട്ട് അല്ല ഒരിക്കലും. ഇത് ആക്ട് ചെയ്യുന്നത് ട്രിപ്റ്റോഫാനെ കോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി മൈറ്റോകോൺട്രിയയിലെ സ്റ്റാർട്ട് കോഡോൺ ആണ് നമ്മൾ പറയുന്ന പോലെ തന്നെ AUU എന്ന് പറയുന്നതാണ് മൈറ്റോകോൺട്രിയയിലെ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത്. അപ്പൊ മൈറ്റോകോൺട്രിയയിലെ കോഡോൺസ് കൂടി ഒന്ന് നോക്കിക്കോളുക. അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയയിലെ സ്റ്റോപ്പ് കോഡോണുകളാണ് AGA, AGAയും അതേപോലെ തന്നെ AGGU ആണ് സ്റ്റോപ്പ് കോഡോൺ മൈറ്റോകോൺട്രിയയിൽ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഈസ് ഓർ ആർ നോട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്റ്റീരിയോ കാർപ്പേസിയ? ഡിപ്റ്റീരിയോ കാർപ്പേസിയുടെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്റ്റീരിയോ കാർപ്പേസിയ വളരെ നോക്കുക, ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചോദിക്കാറുള്ളൂ, അല്ലാതെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഡിപ്റ്റീരിയോ കാർപ്പേസിയയില് ഫീച്ചർ അല്ലാത്തതാണ് കേട്ടോ, നോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ജൈജാന്റിക് ട്രീ വിത്ത് അബണ്ടന്റ് റെസിൻസ് അല്ലെ. ജൈജാന്റിക് ട്രീസ് അല്ലെ ഡിപ്റ്റീരിയോ കാർപ്പേസിയയില് ജൈജാന്റിക് ട്രീസ് ആയിരിക്കും. അബണ്ടന്റ് റെസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. നിങ്ങൾ പഠിച്ചിട്ട്, നമ്മളിതൊരു റിവിഷൻ സെക്ഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് പഠിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് ആൻസേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുക. പറഞ്ഞോ. ആരുടെ അനക്കൊന്നുമില്ല, വായിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ചധികം സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടായതുകൊണ്ട് വായിച്ചിട്ട് വരണല്ലോ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ജൈജാന്റിക് ട്രീസ് വിത്ത് അബണ്ടന്റ് റെസിൻസ് ഉള്ള, ലീവ്സ് കൊറേഷ്യസ് ആയിട്ടുള്ള ട്രീസ് ആണ് ഡിപ്റ്റീരിയോ കാർപ്പേസിയെ എന്ന് പറയുന്നത് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മിക്ക ചെടികളും എന്താണ്, വലിയ മരങ്ങളാണ്. അതേപോലെ തന്നെ റെസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വലിയ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് നോട്ടാണ്, കറക്റ്റ് അല്ലാത്തത്, നോട്ട് ദ ഫീച്ചേഴ്സ് ആണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഫ്ലവേഴ്സ് ആക്ടിനോമോർഫിക് ആണ്, അതേപോലെ തന്നെ ഹെർമാഫോഡേറ്റ് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഡിപ്റ്റീരിയോ കാർപ്പേസിയുടെ ആക്ടിനോമോർഫിക്, ഹെർമാഫോഡേറ്റ്, ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. അതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് അതുമല്ല, നോട്ട് ദ കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തേതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 5 സെപ്പൽസ് കറക്റ്റ് ആണ്, പോളിസെപ്പാലസ് ആണ്, പോളിപെറ്റാലസ് ആണ്. പക്ഷെ നോക്കി ഇവിടോട്ട് വരുമ്പോൾ ഒറ്റ വാക്കാണ് വ്യത്യാസം, നോക്കിക്കോണം, അതാണ് ശ്രദ്ധിക്കണം. സ്റ്റേമൻസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്റ്റേമൻസ് എന്ന് പറയുന്നത് 5 അല്ല. സ്റ്റേമൻസ് എന്താണ് അവിടെ, ന്യൂമറസ് ആണല്ലേ. ഒരു 1 to 15 വരെയോളം സ്റ്റേമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാ, ഒരൊറ്റ വാക്കാണ് തെറ്റിപ്പോയത്. സ്റ്റേമൻസ് 5 അല്ല, ന്യൂമറസ് സ്റ്റേമൻസ് ആണ് നമുക്ക് കാണുന്നത്. അതിൽ 15 to many നമുക്ക് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ 1 to 15 വരെയൊക്കെ ആയിരിക്കും കാണപ്പെടുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് കാർപ്പേരിയ അല്ലെ. 3 സിൻകാർപ്പസ് ഫ്രൂട്ട്, ഡ്രൂപ്പ് ആണ് ഫ്രൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്രൂപ്പ്
ആണോ ഫ്രൂട്ട്? ഇവിടെ ഫ്രൂട്ട് ഗ്രൂപ്പ് ആണോ? അല്ല. ഇവിടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നട്ടാണ് നമ്മുടെ ഡിപ്റ്റീരിയോ കാർപ്പസ്. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഫ്രൂട്ട് എല്ലാ ഫാമിലിയുടെയും ഫ്രൂട്ട് നിങ്ങൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി ഒരു ടേബിൾ ആക്കിയൊക്കെ വെച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ടേബിൾ ആക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. എപ്പോഴും ഈ ഫാമിലി മൊത്തവും കംപ്ലീറ്റ് ആയിട്ട് നോക്കേണ്ട അവസ്ഥ വരത്തില്ല. ഇപ്പൊ എന്ത് നോട്ട് ദ ഫീച്ചർ എന്ന് പറയുന്നത് 3ഉം 4ഉം ആണ് അല്ലെ. 3 and 4 നോട്ട് ഫീച്ചർ അല്ല. 1 and 2 എന്ന് പറയുന്നത് ഡിപ്റ്റീരിയോ കാർപ്പേസിയെ സംബന്ധിച്ചിട്ടുള്ള ഫീച്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഇൻ പ്ലാന്റ് വിച്ച് ലീഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ഇന്റർവീനൽ ക്ലോറോസിസ് ഇൻ യങ് ലീവ്സ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ക്ലോറോസിസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്ലോറോസിസ് എന്ന് പറയുമ്പം അറിയാലോ അല്ലെ, നമുക്ക് എന്താണ് പ്ലാന്റ്സിന് വേണ്ട രീതിയിൽ ക്ലോറോഫിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തത് മൂലം പ്ലാന്റ്സിന്റെ ആ ഒരു ഗ്രീൻ കളറിൽ നിന്ന് യെലോയിഷ് കളറിലേക്ക് മാറുന്നതാണ് ക്ലോറോസിസ് എന്ന് പറയുന്നത്. അതിൽ യങ്ങർ ലീവ്സിൽ ഇന്റർവീനൽ ക്ലോറോസിസ് കോസ് ചെയ്യുന്നത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ പറയണം. ഓക്കെ, ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, മാംഗനീസ്. എ പറയുന്നു അയൺ. രണ്ടും എഗെയിൻ എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് ആൻസേഴ്സ് ആണ്. ഇപ്പൊ ക്ലോറോസിസ് എന്ന് പറയുന്നത് എലോയിങ് ഓഫ് ലീഫ് ആണ് അല്ലെ. ലാക്ക് ഓഫ് ക്ലോറോഫിൽ പ്രോപ്പർ ആയിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തത് മൂലം ലീഫിന്റെ എലോയിങ്ങിനെയാണ് നമ്മൾ ക്ലോറോസിസ് എന്ന് പറയുന്നത്. അതിൽ ഇന്റർവീനൽ ക്ലോറോസിസ് എന്ന് പറയുന്നത് എലോയിങ് ഓക്കേഴ്സ് ബിറ്റ്വീൻ ദ വെയിൻസ് അല്ലെ. വൈൽ വെയിൻ റിമെയിൻ, വെയിന് ഗ്രീൻ ആയിട്ടിരിക്കും, വെയിന്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് എലോയിങ് ആയിട്ട് കാണാൻ പറ്റും. അതിൽ അയണിന്റെ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇന്റർവീനൽ ക്ലോറോസിസിന് കാരണമാകും. അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇന്റർവീനൽ ക്ലോറോസിസിന് കാരണമാകും യങ് ലീഫിന്. അതെന്താണ്? അയൺ എന്ന് പറയുന്നത് ഇമൊബൈൽ ആണ്. ഈസിലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൾഡർ ലീവ്സിൽ നിന്നും ന്യൂ ലീവ്സിലേക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അയൺ എന്താണ്, ഇമ്മൊബൈൽ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, ഈ യങ് ലീവ്സിൽ പെട്ടെന്ന് തന്നെ അയൺ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇന്റർവീനൽ ക്ലോറോസിസ് ഉണ്ടാവും. ഇനി മാംഗനീസ് ആണെങ്കിൽ ഇന്റർവീനൽ ക്ലോറോസിസിനാണ് കാരണമാവുന്നത്. കറക്റ്റ് ആണ് കീർത്തന പറഞ്ഞ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മാംഗനീസ് എവിടെയാണ്, ഓൾഡർ ലീവ്സിലാണ് എന്ത് കോസ് ചെയ്യുന്നത്, ഇന്റർവീനൽ ക്ലോറോസിസ് കോസ് ചെയ്യുന്നത്. ഇത് രണ്ടും തിരിഞ്ഞു പോവരുത്. അതുകൊണ്ടാണ് രണ്ട് ഓപ്ഷൻ ഇവിടെ കിടക്കുന്നത്. അയൺ ആണ് യങ്ങർ ലീവിൽ, രണ്ടും ഇന്റർവീനൽ ക്ലോറോസിസ് ആണ്. പക്ഷെ അയൺ യങ്ങർ ലീവ്സിൽ ഇമൊബൈൽ ആയതുകൊണ്ട് തന്നെ യങ്ങർ ലീവ്സിൽ കോസ് ചെയ്യുകയും മാംഗനീസ് ആണ് ഓൾഡർ ലീഫിൽ കോസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുള്ളത് അനുപമയാണ്. റൈറ്റ് ആയിട്ടാണ് അനുപമ ആൻസർ പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27ാമത്തെ ക്വസ്റ്റ്യൻ, when one molecule of oxygen അല്ലെ, when one molecule of oxygen bind to the ferrous part of each of the 4 chain of hemoglobin enhances the further binding of oxygen. This is explained by allosteric modulation, non-competitive inhibition, competitive inhibition, none of the above. ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ആൻസർ പറയാൻ വേണ്ടി കുറച്ച് ടൈം ഒക്കെ തരുന്നത്. ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് കൂടുമല്ലോ. നമ്മൾ ഇത്രയൊക്കെ ആൻസർ പറയുമ്പോൾ ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന്. തെറ്റ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ചില സമയത്ത് തെറ്റി പോകുന്നതാണ്. അപ്പൊ നമുക്കറിയാലേ, ഹിമോഗ്ലോബിന് 4 സബ് യൂണിറ്റുകളാണ് ഉള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതില് ആദ്യത്തെ ഓക്സിജൻ അല്ലെ, 4 സബ് യൂണിറ്റ് ഉണ്ട്. അതില് 4 സബ് യൂണിറ്റുകളാണ് നമ്മുടെ ഹീമോഗ്ലോബിനുള്ളത്. അപ്പൊ അതില് ആദ്യത്തെ സബ് യൂണിറ്റിലേക്ക് ഒരു ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആ ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ, ഈ ഓക്സിജന്റെ ആദ്യത്തെ ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഇത് ഹീമോഗ്ലോബിനിൽ എന്ത് ചെയ്യും, കൺഫോർമേഷണൽ ചേഞ്ചുകൾ ഉണ്ടാക്കും. അതിന്റെ സ്ട്രക്ചറിൽ ചേഞ്ച് ഉണ്ടാക്കും. ഈ ചേഞ്ച് കാരണം ബാക്കി 3 സബ് യൂണിറ്റിനും എന്ത് ചെയ്യും, ഓക്സിജൻ ബൈൻഡിങ് ശേഷി കുറച്ചും കൂടി കൂടുന്നു. അപ്പൊ ഹീമോഗ്ലോബിന് 4 സബ് യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, ഓക്സിജൻ മോളിക്കൂൾ വന്ന് ഫസ്റ്റ് സബ് യൂണിറ്റിലേക്ക് ഓക്സിജൻ മോളിക്കൂൾ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പൊ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത് ഹീമോഗ്ലോബിൻ കൺഫോർമേഷണൽ ചേഞ്ചുകൾക്ക് കാരണമാകും. ഈ കാരണം അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിന്, ആ ഒരു കൺഫർമേഷണൽ ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിന്റെ കാരണം ബാക്കി 3 സബ് യൂണിറ്റ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓക്സിജൻ ബൈൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അലോസ്റ്ററിക് മോഡുലേഷൻ ആണ്. എ ആണ് കറക്റ്റ് കേട്ടോ. നോൺ കോമ്പറ്റീവ് ഇൻഹിബിഷനിലും കോമ്പറ്റീവ് ഇൻഹിബിഷനിലും ഇൻഹിബിഷൻ ആണ്. അവിടെ എന്താ ചെയ്യുന്നത്, അതായത് തടയുക ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, കൂടുതലായിട്ട് അതിൽ എന്ത് അലോ ചെയ്യുക ചെയ്യുന്നത്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അലോസ്റ്ററിക് മോഡുലേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 28 എ ആണ്.
29ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ദ പ്ലാന്റ് വിത്ത് ഇറ്റ്സ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് പാർട്ട്. ഇത് എഗെയിൻ നമ്മുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്ലാന്റ് തന്നിട്ടുണ്ട്. പ്ലാന്റും അതേപോലെ തന്നെ അതിന്റെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇതിന്റെ ക്രോക്കസ് സറ്റീവസ് എന്ന് പറയുന്ന കുങ്കുമത്തിന് നമ്മൾ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഡ്രൈഡ് സ്റ്റിഗ്മയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമ്പു ആണല്ലേ. അരോമാറ്റിക്കം എന്ന് പറയുന്ന ഗ്രാമ്പുവിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺഓപ്പൺഡ് ആയിട്ടുള്ള അല്ലെ വിരിയാത്ത ഫ്ലവർ ബഡ് ആണ് നമ്മൾ ഗ്രാമ്പൂവിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് നമ്മുടെ പറഞ്ഞ കോക്കസ് ലൂസിഫറ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. എൻഡോസ്പോം ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിനമോം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നർ ബാർക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എക്കണോമിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ നോക്കി വെക്കുക. അത് കുറച്ച് ഈസി ആയിട്ടുള്ള അല്ലാതെ ഇതേപോലെയുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പാർട്ടുകൾ ജസ്റ്റ് ഇങ്ങനെയൊന്ന് നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. സോ A2 B1 C4 D3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു ബിഗിനർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ദ എൻസൈം വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ അൺവൈൻഡിങ് ദ DNA ഹെലിക്സ് ഡ്യൂറിംഗ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷന്റെ സമയത്ത് അൺവൈൻഡിങ് സഹായിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുന്നതിന് മുമ്പ് തന്നെ ചാടി വീണ ആൻസർ പറയേണ്ട ക്വസ്റ്റ്യൻസുകളാണ്. വേഗത്തിൽ പറയാൻ ശ്രമിച്ചേ. വളരെ സിമ്പിൾ അല്ലേ. DNA അൺവൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈം. ഓക്കെ, ആരും ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ വീണ്ടും പറയാം. DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈംസ് എന്താണ്? ന്യൂക്ലിയോടൈഡ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ന്യൂക്ലിയോടൈഡ്സുകൾ ഓക്കെ ഷഫ്ന ഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഡി പറഞ്ഞിട്ടുണ്ട്. ടോപ്പോയിസോമസ് നമുക്ക് നോക്കാം കേട്ടോ. വെരി ഗുഡ് ഒക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് നോക്കാം. സോ DNA പോളിമറൈസ് എന്ന് പറയുന്നത് ആൻസർ പറഞ്ഞല്ലോ. ഓക്കെ, ബി പറയുന്നു. ദീസ് എൻസൈംസ് ആഡ് ന്യൂക്ലിയോടൈഡ്. DNA പോളിമറൈസ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയോടൈഡ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലിഗേസ് നമുക്ക് അറിയാം. നമുക്ക് DNA റെപ്ലിക്കേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഒക്സാക്കി ഫ്രാഗ്മെന്റുകൾ രൂപപ്പെടും അല്ലെ. അതിൽ ഒരു ഡയറക്ഷനിൽ എന്താണ് നമുക്കിങ്ങനെ ഫ്രാഗ്മെന്റഡ് ആയിട്ടാണ് DNA ഉണ്ടാവുന്നത്. അതിനാണ് ഒക്സാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ ഒട്ടിച്ചു ചേർക്കുന്ന അല്ലെ ആണ് ലിഗേസ് എന്ന് പറയുന്നത്. ജോയിൻ ചെയ്യാണ്, DNA ഫ്രാഗ്മെന്റുകളെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ടോപ്പോഐസോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ടെൻഷൻസ് ഇൻ ദ DNA. ദാറ്റ് എൻസൈംസ് ഹെൽപ്പ് ഇൻ റിലീവ് ദ ടെൻഷൻസ് ഇൻ ദ DNA മോളിക്യൂൾസ് ആണ്. ആ കോയിലിനും കാര്യങ്ങൾക്കുമാണ് സഹായിക്കുന്നത്. പിന്നെ ഉള്ള ഒരു എൻസൈം ആണ് ഹെലിക്കേസ് എന്ന് പറയുന്നത് അല്ലെ. ഹെലിക്കേസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA, ഈ രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് DNAയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ്? ബേസുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ ഈ ഹൈഡ്രജൻ ബോണ്ടുകൾ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടുമായിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് DNA സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഹെലിക്കേസ് എൻസൈം ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇത്. ഇത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആട്ടോ. വളരെ സിമ്പിൾ ആണ്, ഒന്ന് ശ്രദ്ധിച്ചോളുക സഫ്ന. സോ ഹെലിക്കേസ് ആണ്. പോളിമറൈസ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കും. ലിഗേസ് ഫ്രാഗ്മെന്റുകളെ ഒട്ടിച്ചു ചേർക്കും. ഹെലിക്കേസ് സെപ്പറേറ്റ് ചെയ്യും. ടോപ്പോഐസോമേഴ്സ് ടെൻഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് സഹായിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓക്കെ, അനുപമ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹെലിക്കേസ് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 31 നമുക്കിനി 9 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. സോ വിച്ച് among the following is most abundant greenhouse gases? എൻവയോൺമെന്റൽ ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആണെന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഈസ് എ ഗ്യാസ് ദാറ്റ് അബ്സോർബ് ആൻഡ് എമിറ്റ് റേഡിയന്റ് എനർജി വിത്തിൻ ദ തെർമൽ ഇൻഫ്രാറെഡ് റേഞ്ച് കോസിംഗ് ദ ഗ്രീൻ ഹൗസ് എഫക്ട് അല്ലെ. ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ട്രാപ്പ് ചെയ്ത് ഇവിടെ നിർത്തി നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടുന്ന ആൾക്കാരാണ്. അപ്പം ഇതില് പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ് ഈ ഓപ്ഷൻ തന്നിട്ടുള്ള എല്ലാവരും. അതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വാട്ടർ വേപ്പർ ആണ് കേട്ടോ. ഏറ്റവും അധികം കാണപ്പെടുന്നത് വാട്ടർ വേപ്പർ ആണ്. അപ്പൊ എല്ലാവരും CFCയും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് കയറി എഴുതും. പക്ഷേ CFC ഒന്നും അല്ല. ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂട്ടി ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നത് വാട്ടർ വേപ്പർ ആണ്. ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ 31 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആൻസർ പറഞ്ഞത് അനുപമയാണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത്. 32 പ്ലാന്റ് പ്രൊപ്പഗേഷൻ ടെക്നിക് പ്രാക്ടീസ്ഡ് ഇൻ പോംഗ്രാനൈറ്റ്. പോംഗ്രാനൈറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന
പ്രൊപ്പഗേഷൻ മെത്തേഡ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്പഗേഷൻ മെത്തേഡ് പോംഗ്രാനൈറ്റിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്ത് തന്നെയാണ്? എയർ ലെയറിങ് തന്നെയാണ്. ഈ എയർ ലെയറിങ് ഇത് ഇവിടെ നമുക്കൊരു ഓപ്ഷനിൽ എയർ ലെയറിങ് തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഗോട്ട് എന്ന് നമ്മൾ വിളിക്കുന്നത്. എയർ ലെയറിങ്ങിന്റെ യൂണിവേഴ്സലി ഉള്ള പേരാണ് നമ്മൾ ഗോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടെക്നിക്കിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ സ്റ്റെമ്മിൽ നിന്ന് ഒരു റിങ് പോലെ നമ്മൾ എന്ത് ചെയ്യും? ബാർക്ക് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള മോസസ് വെച്ചിട്ട് ഒന്ന് എന്ത് ചെയ്യുന്നു? റാപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് അതിനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? റൂട്ട് ഗ്രോത്ത് വിൽ സ്റ്റിൽ അറ്റാച്ച് ടു ദ പാരന്റൽ പ്ലാന്റ്. അപ്പൊ റൂട്ടിന്റെ ഗ്രോത്ത് എവിടെ നിന്ന് തന്നെയായിരിക്കും വരുമ്പം ഈ പാരന്റൽ ആയിട്ട് തന്നെ അറ്റാച്ച്ഡ് ചെയ്തിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ സോ നമ്മൾ യൂഷ്വലി ഇതുപോലുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ എന്താണ്? എയർ ലെയറിംഗ് ആണ് ചെയ്യുന്നത്. അതിൽ എയർ ലെയറിംഗിലെ തന്നെ ഒരു മെത്തേഡാണ് ഗോട്ട് എന്ന് പറയുന്നത്. അല്ലെ എയർ ലെയറിംഗിനെ തന്നെ യൂണിവേഴ്സലി വിളിക്കുന്നതാണ് കേട്ടോ. ഇത് രണ്ടും ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇപ്പൊ എ എഴുതിയാലും പറഞ്ഞാലും കറക്റ്റ് ആണ്, ബി പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ പർപ്പസ് ഓഫ് ഫാസ്റ്റ സെർച്ച് ഇൻ സീക്വൻസ് അനാലിസിസ്. ഫാസ്റ്റ ബ്ലാസ്റ്റ് ഒക്കെ നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. സോ ഫാസ്റ്റയുടെ പർപ്പസ് എന്താണ്? ഐഡന്റിഫൈ ഹോമോലോഗസ് സീക്വൻസ്, predicting പ്രോട്ടീന്റെ ടെർഷറി 3D സ്ട്രക്ചേഴ്സ്, ഡിറ്റർമൈനിങ് RNAയുടെ സെക്കൻഡറി സ്ട്രക്ചർ, അനലൈസ് ജീൻ എക്സ്പ്രഷൻ ലെവൽസ്. അപ്പൊ എന്താണ് ഫാസ്റ്റ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഹോമോലോഗസ് സീക്വൻസസ് അല്ലെ, കറക്റ്റ് ആയിട്ടാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഫാസ്റ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ ടൂൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നമ്മുടെ ഡേറ്റാബേസിലേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സീക്വൻസുകൾ കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ആ രണ്ട് സീക്വൻസുകളും തമ്മിലുള്ള സിമിലാരിറ്റി സെർച്ചുകളാണ് ഫാസ്റ്റയിൽ ചെയ്യുന്നത് അല്ലെ. രണ്ട് സീക്വൻസുകൾ തമ്മിലുള്ള സിമിലാരിറ്റി സെർച്ച് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് എന്താണ്? ഹോമോലോഗസ് സിമിലർ ആയിട്ടുള്ള ഹോമോലോഗസ് സീക്വൻസുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. പ്രോട്ടീൻ സ്ട്രക്ചർ പ്രിഡിക്ട് ചെയ്യുന്നത് സ്വിസ് പോർട്ട് അല്ലെങ്കിൽ സ്വിസ് അല്ലെങ്കിൽ ആൽഫാഫോഡ് ഒക്കെയാണ് പ്രോട്ടീൻ സ്ട്രക്ചറിനെ പ്രിഡിക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. RNA ആണെങ്കിൽ എം ഫോൾഡ് അല്ലെങ്കിൽ RNA ഫോൾഡും കാര്യങ്ങളുമാണ് യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റയും ബ്ലാസ്റ്റും ഒക്കെ എന്താണ്? സെർച്ചിങ് ടൂൾസുകളാണ്. ഹോമോലോഗസ് സീക്വൻസുകളെ സെർച്ച് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതും വേഗത്തിൽ ആൻസർ പറയണം കേട്ടോ. ഇതിനധികം സമയമേ എടുക്കാൻ പാടില്ല, കാരണം അത്ര കണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 32. 32ാമത്തെ ക്വസ്റ്റ്യൻ. സി ആൻഡ് ഡി എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിലെ സി ആൻഡ് ഡി എക്സ്പ്ലെയിൻ ചെയ്യാം. 32 കണ്ടന്റ് മനസ്സിലായല്ലോ. അതായത് പ്ലാൻ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇതുപോലെയുള്ള ഫ്രൂട്ടിംഗ് പ്ലാന്റുകളായിട്ടുള്ള പോംഗ്രാനൈറ്റ് പോലെയുള്ള പ്ലാന്റുകളിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രാക്ടീസ് മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എയർ ലെയറിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ എയർ ലെയറിങ്ങിനെ തന്നെ വിളിക്കുന്ന ഒരു പേരാണ് എന്ന് പറയുന്നത് ഈ ഗോറ്റ് എന്ന് പറയുന്നത്. യൂസ് ആയിട്ട് എന്താണ്? എയർ ലെയറിങ്ങിനെ തന്നെ യൂണിവേഴ്സലി, എയർ ലെയറിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ലോക്കൽ ടേം ആണ്. അതിനെ യൂണിവേഴ്സലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടേം ആണ് ഗോറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റെമ്മിൽ നിന്ന് റിങ് പോലെ ബാർക്ക് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് മോയിസ്റ്റ് ആയിട്ടുള്ള മോസ് അതിൽ റാപ്പ് ചെയ്യുന്നു. ദെൻ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നു. അപ്പം റൂട്ട് വരുന്നത് പേരന്റിൽ തന്നെയായിരിക്കും. അപ്പൊ ഈ ഗോറ്റുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് കാണും സിമിലാരിറ്റി തോന്നുന്നു, അല്ലെങ്കിൽ ഗുട്ടിയുമായിട്ട് അല്ലെ ഗോട്ടുമായിട്ട് അല്ലെങ്കിൽ ഗുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗുട്ടിയുമായിട്ട് വളരെയധികം സിമിലാരിറ്റി തോന്നുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഈ ഗ്യാസ്ട്ര അല്ലെങ്കിൽ ഒയ്ഗിയം എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ടും ശരിക്കും എന്താണ്? രണ്ട് ഡിസാസ്റ്റർ ടേംസുകളാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളോ അതല്ലെങ്കിൽ എയർ ലെയറിങ്ങുമായിട്ട് ബന്ധമുള്ള പദങ്ങളൊന്നുമല്ല. ഈ ഗൂട്ടിയുമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന രണ്ട് ടേമുകളാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ടേമുകൾക്ക് യാതൊരു തരത്തിലുള്ള അർത്ഥമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ലെയറിങ്ങുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ജസ്റ്റ് ഒരു മിസ്ലീഡ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് മാത്രമാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് 34ലേക്ക് 34 വേഗത്തിൽ ആൻസർ പറയണം കേട്ടോ. 34 പറഞ്ഞ +2 ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 34 ഡിഗ്രി പോലും പഠിക്കണ്ട, +2 പഠിച്ചിട്ടുള്ള ഒരാൾക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് 34 എന്ന് പറയുന്നത്. ആരാദ്യം ആൻസർ പറയാൻ നോക്കട്ടെ? ഫസ്റ്റ് ആൻസർ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യണ്ടേ? പെട്ടെന്ന് തന്നെ പറഞ്ഞു. വളരെ സിമ്പിൾ. അയ്യോ, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആരും ആൻസർ പറയുന്നില്ല. നമുക്കിനി ഒരു 6 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. വേഗത്തിൽ പറയാം, അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പോകും.
അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നെയിം ദ സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ വെയർ സെഗ്രിഗേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് പെയർ ഓഫ് ക്രോമസോം ഒക്കർ. ഈ ഒരു സെൽ സൈക്കിളിലെ സ്റ്റേജുകൾ കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് അതിലെ എന്താണ് നടക്കുന്നത്, ഓരോ സ്റ്റേജിൽ നടക്കുന്നത് എന്താണെന്ന് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിൽ തന്നെ ലെപ്റ്റോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ ഒക്കെ ഉണ്ട്. അതിൽ ഓരോതിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതി പഠിക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇതിൽ നിന്നൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്, ഒന്നും ഡെപ്തിൽ ഒന്നും പോയിട്ടില്ല. ഇൻഡിപെൻഡന്റ് പെയർ ഓഫ് ക്രോമസോംസ് ഒക്കർ ചെയ്യുന്നത്, അതായത് നമ്മുടെ മെയോസിസ് 1-ലെ അനാഫേസ് 1 ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഹോമോലോഗസ് ക്രോമസോമുകള് എന്ത് ചെയ്യുന്നു, വേർപിരിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് പോളുകളിലേക്ക് നീങ്ങാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നടക്കുന്നത് അനാഫേസ് 1-ലാണ്. പ്രോഫേസ് 1-ലാണെങ്കിൽ ക്രോസിംഗ് ഓവറും സിനാപ്സിസും ഒക്കെയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ മ്യൂസിസ് 2 ആണ് എങ്കിൽ അവിടെ എന്താണ്, ഹോമോലോഗസ് ക്രോമോസോംസ് ഈ ഒരു എന്താണ് പറയേണ്ടത്, ഇൻഡിപെൻഡന്റ് ഹോമോലോഗസ് ക്രോമോസോംസിന്റെ സെഗ്രിഗേഷൻസും ഒന്നും അല്ല നടക്കുന്നത്. ടിലോഫേസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആണ്. അവിടെ ബാക്കിയെല്ലാം പോയ കാര്യങ്ങളൊക്കെ റിട്ടൈൻ ചെയ്ത് ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ വീണ്ടും രൂപപ്പെടുന്ന ഘട്ടവുമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അനുപമ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അനാഫേസിലാണ് നടക്കുന്നത്. ഇതിനെക്കുറിച്ചും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. Again, next question. What are the function of viral protein coat or capsids? അപ്പം നമുക്കറിയാം വൈറൽ പ്രോട്ടീൻ കോട്ടുകളുടെ ഫംഗ്ഷൻ എന്ത് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. അവിടെ പ്രോട്ടീൻ കോട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ക്യാപ്സിഡിന്റെ ഫംഗ്ഷൻസ് എന്താണ്? ട്രാൻസ്ലേഷൻ ഓഫ് വൈറൽ RNA. ഇപ്പൊ പ്ലാന്റ് വൈറസുകൾക്ക് അല്ലെങ്കിൽ വൈറസുകൾക്ക് എന്തുണ്ട് നമുക്കറിയാം, പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു കോട്ടുണ്ട്. ആ പ്രോട്ടീൻ കോട്ടിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് ഈ പ്രോട്ടീൻ കോട്ട്, വൈറസുകൾക്ക് പ്രോട്ടീൻ കോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനായിരുന്നു പ്രോട്ടീൻ കോട്ട്? എന്തിനാണ് വൈറസുകൾക്ക് പ്രോട്ടീൻ കോട്ട്? ട്രാൻസ്ലേഷൻ ഓഫ് വൈറൽ DNA ആണോ? വൈറൽ DNA, അതായത് എന്താണ്, വൈറൽ DNAയുടെ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണോ? ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വൈറൽ ക്യാപ്സിഡ് ഈസ് ടു പ്രൊട്ടക്ട് ദ വൈറൽ ജീനോം അല്ലെ. പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വൈറൽ ജീനോമിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The primary function of the viral capsid is to protect the viral genome and deliver it to the host cell. However, depending on the specific virus, the viral code protein can also play role in targeting the viral genome. അല്ലെ, കറക്റ്റ് ആയിട്ട് ആ ഒരു വൈറൽ ജീനോം എവിടെയാണോ റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഹോസ്റ്റിന്റെ സെൽസിലേക്ക്, അവിടേക്ക് ടാർഗറ്റ് ചെയ്യാനും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സോ 2 and 3 ആണ് മെയിൻ ആയിട്ട് സഹായിക്കുന്നത്. ടാർഗറ്റിങ് അല്ലെ, വൈറൽ ജിനോമിനെ എവിടെയാണോ റെപ്ലിക്കേഷൻ ചെയ്യേണ്ട ആ ഒരു റെപ്ലിക്കേഷൻ സൈറ്റിലേക്ക് ടാർഗറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സെൽ ടു സെൽ ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റിനുമാണ് സഹായിക്കുന്നത്. അടുത്തൊരു പ്രോബ്ലം ആണ്, ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ ഏറ്റവും കൂടുതൽ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലം നോക്കാം. ഇഫ് ദ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി between 2 linked genes A and B is 15%, B and C is 10%. What is the possible distance and order of the genes on the chromosome if the distance between A and C is 5%? അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ഇത് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നും, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ. അപ്പൊ നമുക്കറിയാം അല്ലെ, റീകോമ്പിനേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 1% റീകോമ്പിനേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. 1% റീകോമ്പിനേഷൻ നടന്നത് 1 സെന്റിമോർഗൻ ആയിരിക്കും. സോറി, സെന്റിമീറ്റർ അല്ല, സെന്റിമോർഗൻ ആയിരിക്കും. 1% റീകോമ്പിനേഷൻ നടന്നെന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമോർഗൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, A ആൻഡ് ബിയിൽ 50%. സോ എയും ബിയും അല്ലെ തമ്മിലുള്ളത് എന്ന് പറയുന്നത് 15 സെന്റിമോർഗൻ ആയിരിക്കും. 15% എന്ന് പറഞ്ഞാൽ 15 സെന്റിമോർഗൻ. അതേപോലെ ബി ആൻഡ് സി പറഞ്ഞിട്ടുണ്ട് 10 ആയിരിക്കും. ബി ആൻഡ് സി എന്ന് പറയുന്നത് 10 ആണ്, 10 സെന്റിമോർഗൻ. പിന്നുള്ളത് എ ആൻഡ് സി ആണ്. എ ആൻഡ് സി എന്ന് പറയുന്നത് 5 ആണ്, 5% ആണ് എ ആൻഡ് സി എന്ന് പറയുന്നത്.
ഇത്രയും ഡേറ്റ നമുക്ക് ക്വസ്റ്റിനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമോർഗൻ ഡിസ്റ്റൻസ് എന്നാണ് അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇവിടെ ചോദിച്ചത് നമുക്ക് ഓർഡർ ആണ്. അപ്പൊ നമ്മൾ ഈ ജീന്റെ ഓർഡർ നോക്കുകയാണ്, ജീനെ വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കിയേ എയും ബിയും തമ്മിലാണ് ഏറ്റവും ഡിസ്റ്റൻസ് കൂടുതൽ. അപ്പൊ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓക്കെ ബി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എയും ബിയും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ്. സോ എയും ബിയും എന്തായിരിക്കും? രണ്ട് എൻഡിലായിരിക്കും അല്ലെ. എയും ബിയും തമ്മിലാണ് 15 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് വരുന്നത്. സോ എയും ബിയും എന്തായിരിക്കും? രണ്ട് എൻഡിലായിട്ടായിരിക്കും കറക്റ്റ് ആയിട്ടിരിക്കുന്നത്. സോ സി എവിടെയായിരിക്കും? കൃത്യം നടുക്കായിരിക്കും. നടുക്കെന്നല്ല, ഇവിടെ ആയിരിക്കും. അപ്പൊ സിയും ബിയും തമ്മിൽ 10ഉം എയും സിയും എയോട് കുറച്ച് ചേർന്നായിരിക്കും കേട്ടോ. എയും സിയും തമ്മിലായിരിക്കും 5 ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓർഡർ നോക്കിയേ, എ ബി സി എന്നുള്ള പാറ്റേൺ ആയിരിക്കും? അല്ല, കാരണം എയും ബിയും തമ്മിൽ ഏറ്റവും ഡിസ്റ്റൻസ്. സോ അത് രണ്ടുമായിരിക്കും ഏറ്റവും രണ്ട് എഡ്ജിലായിട്ട് വരുന്നത്. സോ എ സി ബി ആയിരിക്കും കറക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന, ജസ്റ്റ് എഴുതി ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും കിട്ടാവുന്ന ഒരു ആൻസർ ആണ് ഇതെന്ന് പറയുന്നത്. കറക്റ്റ് ആണ് പറഞ്ഞത്. ഇനി നോക്കിയത് സ്റ്റെയിനിങ് ടെക്നിക് സ്പെഷ്യലി അല്ലെ. സ്റ്റെയിനിങ് ടെക്നിക് സ്പെസിഫിക്കലി യൂസ്ഡ് ടു വിഷ്വലൈസ് സ്ട്രക്ചർ ഇൻ ദ ന്യൂക്ലിയസ്, എസ്പെഷ്യലി DNA ആൻഡ് RNA. ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിലെ പ്രത്യേക സ്ട്രക്ചറുകളുണ്ട്. ന്യൂക്ലിയസിലെ പ്രത്യേക സ്ട്രക്ചറുകളെ സ്റ്റെയിൻ ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്? ഹെമറ്റോസൈലിൻ ആൻഡ് യോസിൻ ആണോ? ഫെലൂജൻ സ്റ്റെയിനിങ് ആണോ? പീരിയോഡിക് സ്റ്റെയിൻ ആണോ? മാസൺ സ്ട്രൈക്കോം സ്റ്റെയിൻ ആണോ? ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ DNA അല്ലെങ്കിൽ ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെ, നമ്മുടെ ഫ്യൂൾജൻ സ്റ്റെയിനിങ് അല്ലെങ്കിൽ ഫെലൂജൻ സ്റ്റെയിനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ന്യൂക്ലിയസിനുള്ളിലുള്ള DNA-നെയോ അല്ലെങ്കിൽ അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിനിങ് ആണ് നമ്മൾ പറഞ്ഞ ഫ്യൂൾജൻ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഹെമറ്റോസൈലിൻ ആൻഡ് ഇയോസിൻ സ്റ്റെയിനുകളാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ലബോറട്ടറി കണ്ടീഷൻസിൽ എന്താണ് ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കാനും ഒക്കെയാണ് നമ്മൾ ഹെമറ്റോസൈലിൻ സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ പീരിയോഡിക് ആസിഡ് സ്റ്റെയിനിങ് എന്ന് പറയുമ്പം കാർബോഹൈഡ്രേറ്റുമായി റിലേറ്റ് ചെയ്ത് അല്ലെ, ഗ്ലൈക്കോജൻ അതുപോലെ തന്നെ സെല്ലുലോസ് അതൊക്കെ സ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ പീരിയോഡിക് ആസിഡ് സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത്. ഇനി കണക്റ്റീവ് ടിഷ്യൂ, കണക്റ്റീവ് ഫൈബേഴ്സ് ആണ് ആനിമൽസിലെയും ഒക്കെ അല്ലെങ്കിൽ ഹ്യൂമൻസിലെയും കണക്റ്റീവ് ഫൈബേഴ്സിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസൺ സ്ട്രൈക്കോം സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫ്യൂൾജൻ സ്റ്റെയിനിങ് ആണ്. മറ്റേ ഹെമറ്റോസൈലിൻ ആണെങ്കിൽ ടിഷ്യൂസ് ആണ്. പീരിയോഡിക് ആസിഡ് സ്റ്റെയിനിങ് ആണ് എങ്കിൽ കാർബോഹൈഡ്രേറ്റുകളെ സ്റ്റെയിൻ ചെയ്യാനും, മാസോൺ സ്ട്രൈക്കോം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് കൊളാജൻ ഫൈബേഴ്സ് പോലെയുള്ള കണക്റ്റീവ് ടിഷ്യൂകളെ സ്റ്റെയിൻ ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 38 ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു പ്രോബ്ലം ആണ്. ഇഫ് എ ഡബിൾ സ്ട്രാൻഡഡ് ജീനോമിക് DNA മോളിക്യൂൾ ഐസൊലേറ്റഡ് ഫ്രം ദ ക്ലോറോപ്ലാസ്റ്റിൽ നിന്ന് നമ്മളൊരു ഡബിൾ സ്ട്രാൻഡഡ് DNA മോളിക്യൂളിനെ ഐസൊലേറ്റ് ചെയ്തു. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ സൈറ്റോസിൻ 28% ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അഡിനിൻ എത്ര പെർസെന്റേജ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു റൂൾ ഓർക്കണം അല്ലെ. നമുക്കിവിടെ ഓർക്കേണ്ട റൂളാണ് നമ്മുടെ ചാർജഫ് റൂൾ ഓർക്കുക. ചാർജഫ് റൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗുവാനിൻ സൈറ്റോസിൻ ഈക്വൽ ആണ്. അതേപോലെ തന്നെ അഡിനിൻ ഈസ് ഈക്വൽ ടു തൈമിൻ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സൈറ്റോസിൻ എന്ന് പറയുന്നത് 28% തന്നിട്ടുണ്ട്. അപ്പൊ സൈറ്റോസിൻ 28% പറഞ്ഞു കഴിഞ്ഞാൽ എന്തും 28 സൈറ്റോസിൻ ഈസ് ഈക്വൽ ടു ഗുവാനിൻ. സോ ഗുവാനിനും 28% സൈറ്റോസിൻ എത്രയാണോ അത്രയും തന്നെയായിരിക്കും ഗുവാനിനും. സോ സൈറ്റോസിൻ 28 ആണെങ്കിൽ ഗുവാനിനും 28. ഒറ്റ ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയുള്ളൂ, സൈറ്റോസിൻ 28 സോ അതിൽ നിന്ന് നമ്മൾ ആ ചാർജഫ് റൂൾ വെച്ചിട്ട് കണ്ടെത്തി സൈറ്റോസിൻ 28 ആണെങ്കിൽ ഗുവാനിനും 28 അപ്പൊ സൈറ്റോസിൻ പ്ലസ് ഗുവാനിൻ എത്ര ആയിരിക്കും? രണ്ടുപേരൂടെ ചേരുമ്പോ 28 കൂടെ ചേർന്ന് 56%. അപ്പൊ 100-ല് 56% സൈറ്റോസിനും ഗുവാനിനും. അപ്പൊ ബാക്കി എത്രയായിരിക്കും? 100-ന്ന് 56 പോയാൽ ബാക്കി 44% ഉണ്ട് അല്ലെ. ബാക്കി 44% ഉണ്ട്. ആ 44-ൽ ആരൊക്കെയായിരിക്കും? DNA-ല് ഗുവാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ ആണുള്ളത്. സോ അഡിനിനും തൈമിനോട് ചേർന്നിട്ടാണ് 44. രണ്ടുപേരൂടി ചേർന്നിട്ടാണ് 44 എന്ന് പറയുന്നത്. നമുക്ക് 44 ഓപ്ഷൻ ഉണ്ട്. പെട്ടെന്ന് കയറി പിടിച്ച് 44 എഴുതരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന അഡിനിൻ മാത്രമാണ്. അഡിനിനും തൈമിനും കൂടി ചേർന്നിട്ടാണ് 44 വരുന്നത്. സോ അഡിനിൻ സെപ്പറേറ്റ് 22, തൈമിൻ സെപ്പറേറ്റ് 22. കറക്റ്റ് ആണല്ലോ, കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്.
വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ പ്രോബ്ലംസ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുക. മാക്സിമം പ്രോബ്ലംസ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു 4-5 മോഡൽ പ്രോബ്ലംസ് കിട്ടും. അപ്പൊ അതൊന്ന് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഉള്ള ഇപ്പൊ കറക്റ്റ് ആയിട്ട് 22% കറക്റ്റ് ആണ് പറഞ്ഞത്. നമ്മുടെ ഈ ഒരു സെക്ഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അറിയാം, അനുപമ നല്ല രീതിയിൽ ആദ്യം തൊട്ട് തുടക്കം തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അന്നക്കുട്ടിയും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അനുപമ കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള കൂടുതൽ ആൻസർ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷന്റെ വിന്നർ എന്ന് പറയുന്നത് അനുപമയാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നിൽക്കുകയാണ്. എങ്കിലും കൺഗ്രാറ്റ്സ് അനുപമ, നല്ല രീതിയിൽ അനുപമ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാൻസിൽ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഉറപ്പായിട്ടും കഴിയും. നല്ല രീതിയിൽ അനുപമ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ചാൻസിൽ സെറ്റ് ക്വാളിഫൈ ചെയ്ത് നല്ല ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് പെട്ടെന്ന് തന്നെ മാറാൻ കഴിയട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഷുവർ ഷോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സിൻഡ്രം നമ്മൾ ലാസ്റ്റിലേക്ക് ഞാൻ അതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. നോട്ട്സ് നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. കോഴ്സിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഈ നോട്ട്സും ഇതിന്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഈ ക്ലാസ്സിന്റെ റെക്കോർഡിങ്ങും നമുക്ക് നാളെ ഒരു 24 hours ശേഷം നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആയിട്ട് വരും. സോ നമ്മൾ ഈ ചെയ്തിട്ടുള്ള എല്ലാ ലൈവ് ക്ലാസ്സുകളും കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. So how many bar bodies would be observed in the interface of somatic cells of an individual with the Klinefelter syndrome? അപ്പൊ ഈ സിൻഡ്രംസ് നിങ്ങൾ ഒന്ന് നോക്കിക്കോളുക. സിൻഡ്രംസ് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നതാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കുറച്ചധികം സിൻഡ്രംസ് ഉണ്ട്. ടർണർ സിൻഡ്രം, ഡൗൺ സിൻഡ്രം, എഡ്വേർഡ് സിൻഡ്രം, ക്രൈഡു-ചാറ്റ് സിൻഡ്രം. ഈ സിൻഡ്രംസ് ആണ് കൂടുതൽ. ക്ലിനിഫെൽറ്റർ സിൻഡ്രം ഇത് 3 നമുക്ക് 4 എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതില് നോക്കി നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലിനിഫെൽറ്റർ സിൻഡ്രോം അല്ലെ. ക്ലിനിഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നോക്കാം, നോർമലി XY എന്ന് പറയുന്ന മെയിലിനെ അഫക്ട് ചെയ്യുന്ന ഒരു സിൻഡ്രോം ആണ് അല്ലെ. XY എന്നാണ് മെയില്. അപ്പം അതില് ഒരു എക്സ്ട്രാ ക്രോമോസോമും കൂടി ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ ക്രോമോസോമും കൂടി ആഡ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ബാർബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് എക്സ് ക്രോമോസോം ആണ്. അപ്പൊ എത്ര എക്സ് ക്രോമോസോം ആഡ് ചെയ്യപ്പെടുന്നത്? ഒരൊറ്റ എക്സ്ട്രാ ക്രോമോസോമും കൂടിയാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ക്ലിനിഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള ആൾക്കാർക്ക് 46 ക്രോമോസോം ആയിരിക്കും. എന്നാൽ നോർമൽ ആയിട്ടുള്ള മെയിലിൽ ഒരു എക്സ് ക്രോമോസോം കൂടി ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം 47 ആവുകയും അത് ക്ലിനിഫെൽറ്റർ സിൻഡ്രോം ആവുകയും ചെയ്യുന്നത്. അപ്പൊ ക്ലിനിഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ബാർ ബോഡി ആയിട്ടുള്ള ഒരു എക്സ് ക്രോമോസോമും കൂടി ആഡ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണ്. ഇനി ടേർണർ സിൻഡ്രോം എന്ന് പറയുന്നത് നോർമലി XX ആണല്ലേ ഫീമെയില്, അതിലെ ഒരു എക്സ് ക്രോമോസോം അങ്ങ് ആബ്സെന്റ് ആയിരിക്കും. സോ X0 ഒരെണ്ണം കുറവാണ്. അപ്പൊ 45 ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം എന്ന് പറയുന്നത്. അതാണ് ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ഡൗൺ സിൻഡ്രോം ഉണ്ട്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോമസോമുകളെല്ലാം ഇങ്ങനെ പെയർ ആയിട്ടായിരിക്കുന്നത്. അതിൽ 21ാമത്തെ ക്രോമസോം എടുക്കുക. ആ 21ാമത്തെ ക്രോമസോമിന് ട്രൈസോമി ഒരാളൂടെ എക്സ്ട്രാ വരും. അപ്പോഴും നമ്മുടെ ക്രോമസോം നമ്പർ എത്രയായിട്ട് മാറും? 47 ആയിട്ട് മാറും. സോ ക്ലിനിഫെൽറ്റർ സിൻഡ്രത്തിലും ഡൗൺ സിൻഡ്രത്തിലും ക്രോമസോം നമ്പർ 47 ആയിരിക്കും. ടർണർ സിൻഡ്രത്തിൽ ഒന്ന് കുറയുക, ഒരു എക്സ് മിസ്സായിട്ട് എന്തായിരിക്കും? 45 ക്രോമോസോം ആയിരിക്കും ഉള്ളത്. ഇനി എഡ്വേർഡ് സിൻഡ്രോം, ഇതേവരെ ചോദിച്ചിട്ടുള്ള എല്ലാ സിൻഡ്രോം ആണ് പറയുന്നത് കേട്ടോ. എഡ്വേർഡ് സിൻഡ്രത്തില് 18ാമത്തെ ക്രോമോസോമിലാണ് ട്രൈസോമി സംഭവിക്കുന്നത്. 21-ല് ട്രൈസോമി സംഭവിക്കുകയാണെങ്കിൽ ഡൗൺ സിൻഡ്രോം ആണ്. 18-ലാണ് എങ്കിൽ എഡ്വേർഡ് സിൻഡ്രോം. ഇനി ക്രൈഡു-ചാറ്റ് ഉണ്ട്. ക്രൈഡു-ചാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 5ാമത്തെ ക്രോമോസോമില്ലേ, അതിന്റെ ഷോർട്ട് ആം അങ്ങ് മിസ്സായി. 5ാമത്തെ ക്രോമോസോമിന്റെ ഷോർട്ട് ആം കറക്റ്റ്ലി ഷോർട്ട് ആം ആയിട്ടുള്ള P ആം അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രൈഡു-ചാറ്റ് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് പൂച്ചയുടെ സൗണ്ടിലായിരിക്കും, ആ ഒരു പൂച്ചയുടെ മിമിക് സൗണ്ട് ആയിരിക്കും കരയുമ്പോൾ ഉണ്ടാവുന്നത്. ഇതാണ് സിൻഡ്രംസ്. ഫസ്റ്റ് വൺ ഈസ് ടർണർ സിൻഡ്രോം. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോം 45, അതായത് ഒരു എക്സ് ക്രോമോസോം മിസ്സായി പോവുക ചെയ്യുന്നത്. ഡൗൺ സിൻഡ്രോം എഡ്വേർഡ് സിൻഡ്രത്തിലും ട്രൈസോമിയാണ്. ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ 21ാമത്തെ ക്രോമോസോമിന് ട്രൈസോമിയും, എഡ്വേർഡ് സിൻഡ്രോം ആണെങ്കിൽ 18ാമത്തെ ക്രോമോസോമിനായിരിക്കും ട്രൈസോമി. ക്ലിനിഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു അഡീഷൻ ഓഫ് ബാർ ബോഡി, ഒരു എക്സ് ക്രോമോസോമും കൂടി ആഡ് ചെയ്യുകയാണ് അവിടെ ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ക്രൈഡു-ചാറ്റ് സിൻഡ്രോം ആണ്. അതിൽ 5ാമത്തെ ക്രോമോസോം അവിടെ ഡിലീറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസ്, ഇതിന് ആൻസർ 1 ആട്ടോ. ബാർ ബോഡി ഉദ്ദേശിക്കുന്നത് എക്സ് ആണ്. നമ്മൾ മാക്സിമം എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിലും ഇപ്പോഴത്തെ ഒരു പാറ്റേണിൽ
ഫോളോ ചെയ്യുന്ന രീതിയിലും ഒരു 40ഓളം ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു 2 hours എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തത് ഇതിൽ നിന്ന് 1 2 അല്ലെങ്കിൽ ചിലപ്പോൾ 3 4 5 അറിവുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും. അത് നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ സെക്ഷന്റെ വിന്നറിനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അനുപമയാണ് നമ്മുടെ സെക്ഷന്റെ വിന്നർ. വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ഫ്രം I+ ടീം. നമ്മുടെ സൈഡിൽ നിന്ന് കൺഗ്രാറ്റ്സ് ഉണ്ടാവുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ലൈവ് ക്ലാസ് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഡൗട്ട്സുകളും കാര്യങ്ങളും ഇതിൽ ചോദിച്ചാൽ മതി. അപ്പൊ അതിൽ നമ്മൾ എന്തായാലും അടുത്ത ലൈവുകളും കാര്യങ്ങളും ഒക്കെ ഇനി എന്താണ് ലൈവ് ഉള്ളതെന്നും ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നും ഒക്കെ ആ ചാനലിൽ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒരു തമ്പ് തരാം കേട്ടോ. നമ്മൾ 2 മണിക്കൂർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാൻസിൽ തന്നെ സെറ്റ് എക്സാം നിങ്ങൾ പാസ്സായി നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് അല്ലെ സ്വപ്ന തുല്യമായ അധ്യാപന ജോലിയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.